എഫേസ് ലേഖനം സക്കൈ ബ്രദർ എഫേസ് ലേഖനം 6-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് എഫേസ് ലേഖനം 6-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ ആ വിഷയമാണ്. 6-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെ വായിച്ച് പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 10 മുതൽ 20 വരെ വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടും വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടുന്ന വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. ആമേൻ. കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. 1-2 പേർ എന്റെ നാമം മധ്യേ കൂടുന്നിടത്തേക്ക് ഞാൻ ഇറങ്ങി വരുമെന്ന് വാഗ്ദത്തമേള കർത്താവേ, അങ്ങിപ്പോൾ ഞങ്ങളുടെ നടുവിലുള്ളതായി ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന സകല ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, വിവിധ ദേശങ്ങളിലിരുന്ന് കർത്താവെ മാധ്യമങ്ങളിലൂടെയൊക്കെയും ആരാധനയിൽ പങ്കുചേരുന്ന സകല ദൈവമക്കളെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുകൊണ്ട് തന്നെ കർത്താവെ, നമ്മളിവിടെ വായിച്ചു കേട്ട തിരുവചനം കർത്താവെ, ആ വചനത്തിൽ നിന്ന് കർത്താവെ അങ്ങ് ഞങ്ങളോട് എന്താണ് സംസാരിക്കുവാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ല കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ, ഈ വചനത്തിനുള്ളിലെ മർമ്മങ്ങളെ കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതൊക്കെ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അതിനെ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ കുറവുകളെയും കുട്ടികളെയും ബലഹീനതയൊക്കെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ കഴി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്തദാസിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം സംസാരിക്കുമ്പോൾ കർത്താവെ പരിശുദ്ധാത്മാവിൽ അദ്ദേഹത്തിലൂടെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടുന്ന വചനമർമ്മങ്ങളെ അങ്ങ് വിളമ്പി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ ഒഴിഞ്ഞ ഹൃദയമായി ഇവിടെ വന്ന് അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് കർത്താവെ ഇവിടുത്തെ മന്ന ഭക്ഷിച്ച് പോകുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ അവിടുത്തെ കൃപയും സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഇത് നമ്മോട് തന്നെ കർത്താവ് പറഞ്ഞതാണ്. ഒരു ക്രിസ്തു വിശ്വാസി യൗവണ്ണം മാത്രമേ ഈ ഭൂമിയിൽ, അതായത് ചെന്നായ്ക്കളുടെ ഇടയിൽ, കർത്താവാക്കിയിരിക്കുന്ന ചെന്നായ്ക്കളുടെ ഇടയിൽ ഒരു ക്രിസ്തു വിശ്വാസി പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചിരിക്കണം എന്നതും കൂടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കി, കഴിഞ്ഞ പ്രാവശ്യം സത്യം എന്ന അരപ്പട്ട എന്തിനു വേണ്ടി കെട്ടുന്നു?
വസ്ത്രം മുറുകിയിരിക്കുന്നതിന് വേണ്ടി. വസ്ത്രം എന്താണ്? വസ്ത്രം, നീതിയുടെ വസ്ത്രം, അത് വചനമാണ്. മണവാട്ടി, മണവാട്ടിയുടെ നമ്മളല്ല, വചനം എന്ന മണവാട്ടിയാണ്. അപ്പൊ വചനത്താൽ നിറയപ്പെട്ട ഒരു മണവാട്ടിയെ അതിൽ നിന്ന് തെറ്റി ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ആ നീതിയുടെ വസ്ത്രത്തെ ടൈറ്റാക്കി ആ വ്യക്തിക്ക് ഒരു ഉറപ്പും ധൈര്യവും കൊടുക്കുന്നതിനാണ് സത്യം എന്ന അരപ്പട്ട. അപ്പം വചന മണവാട്ടി തനിക്ക് വേണ്ടി നൽകപ്പെട്ട വചനത്താൽ തന്നെ നിലനിൽക്കുവാൻ ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ് സത്യം എന്ന അരപ്പട്ട. എന്താണ് സത്യം? നമ്മുടെ രാവിലെ ഇവിടെ ഇട്ട മെസ്സേജ്, ഗോത്രപിതാവായ അബ്രഹാം. ആ സത്യം എന്നത് എന്താണ്? ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് സത്യം. അതെന്തൊക്കെയാണ് നമുക്ക് പറയാം. പക്ഷേ വാഗ്ദത്തങ്ങളും കൽപ്പനകളും ഉപകൽപ്പനകളും ഒക്കെയാണ്, പിന്നെ വചനവും. ഇത് മുഴുവനും കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇതാണ് സത്യം. യേശു പറഞ്ഞില്ലേ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. പിന്നെ നിങ്ങൾ എന്താ അന്വേഷിക്കുന്നതെന്ന് കർത്താവ് ചോദിച്ചത്. ആ ജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. അപ്പൊ വഴി, വാതിൽ കർത്താവായ യേശു ക്രിസ്തു. സത്യം, വചനം, അത് ഞാൻ തന്നെ. ഇന്ന് എന്റെ ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്നാണ് യേശു വായിച്ചത്. യേശയ്യാ പ്രവാചകൻ അല്ലേ, വായിച്ചിട്ടില്ലേ? ഇന്ന് ഈ വചനത്തിന്. അപ്പൊ കർത്താവിന്റെ വചനം എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും എന്ന് പറഞ്ഞാൽ, ഈ വചനത്തിൽ എഴുതിയിരുന്നത് ന്യായപ്രമാണത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം കൊടുത്തത് യഹൂദന്മാർക്കാണ്. അതിനകത്ത് നിന്റെ ദൈവമായ യഹോവ തീക്ഷ്ണതയുള്ള ദൈവം, അവനെ മാത്രമേ ആരാധിക്കാവൂ, വിഗ്രഹത്തെ ആരാധിക്കരുത്. അപ്പൊ എന്നെ കുറിച്ച് ന്യായപ്രമാണത്തിൽ യഹോവയായ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ആ ദൈവം തന്നെയാണ് വചനം. ആ വചനം തന്നെയാണ് ജഡശരീരത്തിൽ വന്നപ്പോഴാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോ ആ ക്രിസ്തു എന്ന ശരീരത്തിന്റെ ഭാഗമായ നാം ആകുന്ന വചന മണവാട്ടിയെ വീണു പോകാതിരിക്കാൻ സംരക്ഷിക്കുന്നതാണ് സത്യമെന്ന് അരപ്പട്ട. എന്താണത്? വചനമെന്ന് നമ്മൾ പറയാം, പക്ഷെ മനസ്സിലായോ? മണവാട്ടി വചനം ധരിച്ചിരിക്കണം. നീതിയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ വചനം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. എങ്ങനെയാണ് നമുക്ക് നീതിയുടെ വസ്ത്രം ലഭിക്കുന്നത്? എങ്ങനെയാണ്? തണുപ്പായതുകൊണ്ട് ആരും കേൾക്കാതെ പോയതാണോ? ഡിസംബർ 31 റോമർ 5:1 ഒന്ന് വായിക്കും ബ്രദർ. ഈ മൈക്ക് ബ്രദർ കയ്യിൽ വെച്ചു. റോമർ 5:1 വായിക്കും. വചനം എടുക്കും. അഞ്ചിന്റെ ഒന്ന്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. നീതിയുടെ വസ്ത്രം, ഒരു വ്യക്തിക്ക് നീതിയുടെ വസ്ത്രം ദൈവം അപ്ലൈ ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്യുന്നതല്ല. നമുക്കായി വരുന്ന ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം എന്താ വിശ്വാസം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും വചനങ്ങളും. ഇപ്പം സത്യമെന്ന് അരപ്പെട്ട വാഗ്ദത്തമാണ്. ഈ വചനം തന്നെ വാഗ്ദത്തമാണ്. അതിനുപരിയായിട്ടാണ് കൽപ്പനകൾ വന്നിരിക്കുന്നത്, നമുക്കായുള്ള വാഗ്ദത്തങ്ങൾ. ഇതിലാണ് ഞാൻ ഉറയ്ക്കാനുള്ളത്. ദൈവ വചനം എനിക്ക് നൽകിയിരിക്കുന്നു, അതിൽ വാഗ്ദത്തം. വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. ഓക്കെ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഞാൻ 1 ഏക്കർ സ്ഥലം ഒരിടത്ത് വാങ്ങിച്ചിട്ട് നിങ്ങളിൽ ചിലരെ അങ്ങോട്ട് അയക്കുമ്പോൾ നിങ്ങളോട് വ്യക്തിപരമായി ഞാൻ പറയാണ് അത് നിങ്ങൾക്കുള്ളതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ശത്രുവുണ്ട്. നിങ്ങൾക്കത് കൈവശമാക്കി തരേണ്ട ബാധ്യത എനിക്കാണ്. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്ന വാഗ്ദത്തത്തിൽ നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. എന്താണ്? അത് നിങ്ങളുടേതാണ്, ഇപ്പൊ ശത്രുവിന്റെ കയ്യിലാണ്. അത് നിങ്ങളുടേതാണ് എന്ന മുന്നറിവ്, ഉറപ്പാണ് നിങ്ങളുടെ വിശ്വാസം. വന്ന് ശത്രുവിനെ കാണുമ്പോൾ ഇത് നടക്കുകയൊന്നുമില്ല എന്ന് പറയുകയല്ല. ഇത് തന്നെയാണ് അവിടെ യെരുശലേമിൽ ചെന്നപ്പോഴത്തേക്ക് മല്ലന്മാരും വൻമതിലുകളും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഭയന്നു. അപ്പോൾ അതിനെ കൈവശമാക്കി കൊടുത്തത് കർത്താവ്. അപ്പോൾ അവരുടെ ഈ വിശ്വാസമാണ് പറഞ്ഞത്. വിശ്വാസം എന്ന് പറഞ്ഞത് ദൈവം ഒരു കാര്യം വാഗ്ദത്തം ചെയ്തത് എത്ര തന്നെ ശത്രു അവിടെ ഉണ്ടായാലും, ശത്രു പ്രബലപ്പെട്ടാലും,
വാഗ്ദത്തം ചെയ്ത ദൈവം അത് എനിക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ സർവശക്തൻ എന്ന എന്റെ ഉറപ്പാണ് എന്റെ വിശ്വാസം. അത് കാണുന്നില്ല, കാണുന്നത് ശത്രുക്കളാണ്, മറ്റൊരു വ്യക്തിയാണ്. പക്ഷെ ദൈവം പറഞ്ഞു അത് കണ്ട് വിശ്വസിക്കല്ലേ, കാണാൻ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉള്ളൂ. ഈ ആശ ആരാ തന്നത്? കർത്താവ്. കർത്താവ് തന്ന ആശ ഞാൻ ലോകപ്രകാരം എനിക്ക് കാണാനൊന്നുമില്ല, ലോകർക്കും കാണാനില്ല. പക്ഷെ എന്നെ കർത്താവ് കാണിച്ച കാഴ്ചയാണ് എന്റെ വിശ്വാസം, കണ്ടത്. ആ വിശ്വാസം നിമിത്തം ആ ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന വചനം എന്നിൽ അപ്ലൈ ചെയ്യുന്നത് ദൈവമാണ്. എന്ത് ബേസിൽ? ഞാൻ അത് ഉറച്ചു, വിശ്വസിച്ചു, കൈക്കൊണ്ടു, ഏറ്റെടുത്തു. പിന്നെ അതിൽ എനിക്കൊരു സംശയമില്ല. രാവിലെ മെസ്സേജിനകത്തുള്ള കാര്യങ്ങൾ വേണം. ദൈവം ഒരു വാഗ്ദത്തമോ ഉറപ്പോ കൽപ്പനയോ നമുക്കായി തന്നാൽ ഉടനെ തന്നെ ദൈവം അതിനോട് പരിശോധിക്കുകയും ചെയ്യും. തന്നത് ദൈവമാണോ എന്നറിയാൻ, ആ ദൈവമാണ് എന്ന് നമ്മൾ പറയുന്നു, അതിൽ ഉറപ്പുണ്ടോ എന്നറിയാൻ പരിശോധകനായിരിക്കും. അപ്പൊ നമ്മൾ ഡൗൺ ആവും. അയ്യോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആകാനല്ല കർത്താവ് വിളിച്ചത്. കർത്താവിന്റെ പ്രതീക്ഷയാണ് കർത്താവ് തന്ന വാഗ്ദത്തം. ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുമ്പോൾ, വിശ്വസിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു എന്നതിന്റെ ദൈവം സാക്ഷ്യപ്പെടുത്തിയ ഉറപ്പാണ് എന്റെ മേൽ ദൈവം തന്നെ അപ്ലൈ ചെയ്യുന്ന നീതിയുടെ വസ്ത്രം. മനസ്സിലാവണം. ഞാൻ ഇത് നിങ്ങൾ വായിച്ചിട്ട് പോയാൽ മതി, ഇങ്ങനെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ, നമുക്കിത് ഗ്രഹിക്കാതിരിക്കാൻ പല തന്ത്രവും പിശാച് കാണിക്കും, പല തന്ത്രവും കാണിക്കും. ഇതിലൊന്നും നമ്മളിവിടെ വന്നത്, ഞാൻ ഇപ്പൊ എന്റെ ഒരു ഉദാഹരണം പറയാം. പുരോഹിതൻ ജോൺ ബ്രദർ തന്നെ പലപ്പോഴും മൂഡൌട്ടാക്കും, അവിടെ ഒന്നുമുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഏകദേശം പേര് വീണു പോകുന്നവരാ. ഞാൻ അതിലൊന്നും കുലുങ്ങാറില്ല. കാര്യം ഞാൻ അന്ന് അവിടെ വന്നത് ദൈവത്തിന്റെ വചനം കേൾക്കാനാണ് വന്നത്. അതിനകത്തുള്ള ഒരു സാഹചര്യം എനിക്കൊരു പ്രശ്നമേ അല്ല. സഭയിൽ എല്ലാവരും പിണങ്ങിയാലും പ്രശ്നമുണ്ടായാലും അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും പരദൂഷണം പറഞ്ഞാലും എനിക്കതല്ല. എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു 5 തവണ വിരൽ ചൂണ്ടിക്കൊണ്ട് മേലാൽ ഇതിനകത്ത് വന്നു പോരുന്നു. അതിന് ഞാൻ അവിടെ തന്നെ പോയി. ഞാൻ നിങ്ങളെ കാണാനല്ല, ഞാൻ വചനം കേൾക്കാനാണ് വന്നത്. നിങ്ങളുടെ ഞാൻ ഒരു തവണ പറഞ്ഞു, ഒരു തവണ പറയണ്ട, നിങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല എന്ന തരത്തിലൊന്ന് പെരുമാറിയാൽ മതി, 10 കിലോമീറ്റർ ദൂരം പോകും. എന്ത് വിശ്വസിച്ചിട്ടാ ചർച്ച തന്നത്? ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യം സ്വർഗത്ത് പോകാൻ കാത്തിരിക്കുന്ന, ഈ ലോകത്തേക്കുള്ളതല്ല. ഈ ലോകപരമായ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ മോഹങ്ങളോ മോഹഭംഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞിട്ടാണ് ആ വാതിൽ മുന്നോട്ട് കയറുന്നത്. ഇവിടെ വരുന്നത് ദൈവശബ്ദം കേൾക്കാനാണ്. എന്തിനാണ്? ആ കർത്താവിന് എന്നെ ഇന്ന് ഒരുക്കാനുണ്ട്. കർത്താവിനാണ്, എനിക്കല്ല. കർത്താവ് എന്നെ നീതിയുടെ വസ്ത്രം എന്നെ അണിയിച്ചിട്ട് നോക്കൂ, അവിടെ ചെന്നൊരു നീതി വസ്ത്രം ലഭിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇന്ന് ദൈവം ഇവിടെ പഠിപ്പിക്കുകയാണ്. വാതിൽക്കലാണ് നീതിയുടെ വസ്ത്രം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തുണ്ടെങ്കിലും പുറത്ത് കളഞ്ഞിട്ടാണ് ഇതിനകത്ത് കയറാൻ. ഇതിനകത്ത് വന്നാൽ പിന്നെ ആളാകെ മാറണം. മുൻപുണ്ടായിരുന്നു ഇന്നലത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച എന്തുണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതല്ലെങ്കിൽ ഇനി അകത്ത് വന്നിട്ട് അതുങ്ങൾക്ക് പുൽപ്പറ്റി കൊണ്ടുവരണം. പ്രവാചകരുടെ കർത്താവ് പറഞ്ഞു, പുൽപ്പറ്റി കൊണ്ടിട്ട് ഒഴിഞ്ഞ ഹൃദയമായിട്ട് ഇരുന്നാൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. അപ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. അങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുപോയാൽ ഒന്നും നടക്കില്ല. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. അവിടെ പറഞ്ഞാൽ അതൊക്കെ ഉള്ളൂ. ഐസർണ്ടാക്കി അറിയാമായിരുന്നു അത്രത്തോളം. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കും, ഇന്ന് എന്തോ വലിയ സംഭവം നടക്കാനുണ്ട്. ദൈവത്തിന്റെ എന്തോ വലിയ മർമ്മം ഇന്നത്തെ മെസ്സേജിലുണ്ട്. അതെനിക്ക് കേൾക്കണം, പ്രാപിക്കണം. ഞാൻ അങ്ങനെ തന്നെ, അതിന് പ്രത്യേക വിഭാഗമായിരുന്നു എന്ന് തന്നെ എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. അന്ന് അങ്ങനെ ആയിരുന്നു. കാരണം അങ്ങനെ കർത്താവ് വഴി നടത്തി. അവിടുത്തെ ഒന്നും നമുക്ക് കുലുക്കം ഉണ്ടാവരുത്. നമ്മൾ പറഞ്ഞ കർത്താവിന്റെ ശബ്ദം കേൾക്കാനാവുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മെ ദൈവം നീതിയുടെ വസ്ത്രം അണിയിച്ചാൽ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. മത്തായി 13 നീതിയുടെ വസ്ത്രമില്ലാത്ത ഒരുവന്, സഹോദര നീ ഏത് വഴിയായി വന്നു? അവന്റെ വഴി വേറെയാണ്. അവന്റെ വഴി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മുടെ വഴി ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു. അപ്പോ
അവിടെ പോകുന്നതിന് മുമ്പ് നീതിയുടെ വസ്ത്രം ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നമ്മളല്ല, ദൈവമാണ്. ദൈവം നീതിയുടെ വസ്ത്രം നമുക്ക് നൽകണമെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് എന്റെ ക്രിസ്തീയതയുടെ, ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഫലം. അല്ല ഒരു മരം കാഴ്ച നിൽക്കുന്നതിൽ ഫലമില്ലാത്ത വൃക്ഷം എന്ന് പറയുന്നതല്ല. ഞാനാകുന്നു ആറ്റരികം നട്ടിരിക്കുന്നത്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം. ഇല എന്താ? ഇല ശരീരമാണ്. അത് വാടില്ല. ആ ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾഡ് ആയിരിക്കണം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നടുവാൻ ഒരുവനുണ്ട്, ആറ്റരികത്ത തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്. അപ്പൊ എനിക്ക് നീതിയുടെ വസ്ത്രം ദൈവം തരണമെങ്കിൽ, ഇതൊന്നും ഞാൻ പറയാൻ നിന്നതല്ല, നീതിയുടെ വസ്ത്രം ദൈവമാണ് എന്നെ അണിയിക്കുന്നത് എന്ന ഉത്തമ ബോധമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ശരിയാണോ? അങ്ങനെയെങ്കിൽ ദൈവം ഇന്നത്തെ ദിവസം മുൻപുള്ള വസ്ത്രം എത്ര നമ്മൾ അണിഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. ഇന്ന് കർത്താവിന് ഈ സന്ദേശപ്രകാരം ദൈവത്തിന് എന്റെ മേൽ വസ്ത്രം ഉടുപ്പിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം? ആ വിജിലൻസ് എനിക്കുണ്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ എന്റെ മെസ്സേജ് ചർച്ചകളൊന്നും പഠിപ്പിക്കുന്നില്ല. അവിടെയൊക്കെ ഇപ്പൊ ഏറിയ ഭാഗത്തും കോഴിക്കോട് ഒരു സഭയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സുബിനൊക്കെ വന്നപ്പോ ഇവരെല്ലാം തട്ടിക്കൊണ്ട് അഞ്ചുണ്ടായിരുന്ന പാസ്റ്റർമാരാ വന്നത്. അവരെല്ലാം ഇപ്പം പൊള്ളിപ്പിള ആയിരിക്കുകയാണ്. പല പാസ്റ്റർമാരും പല സഭകളും കേരളത്തിൽ തന്നെ പൊള്ളിപ്പിളയായിട്ട് ഇതെന്തെങ്കിലും മനസ്സിലാവുമോ? 5 fold മിനിസ്ട്രിയിൽ കർത്താവ് പറഞ്ഞു ഉപദേശകൻ വേണമെന്ന, സഭയിൽ ഉപദേശകൻ വേണം, ദൈവവചനം പഠിപ്പിക്കണം, ഇതിന്റെ ആഴങ്ങളെ പറയാൻ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കാനാണ് സഭ. അവർ വരും, പ്ലേ ചെയ്യും, കേട്ടിട്ട് അയച്ചിന് പോകും. അടുത്ത ആഴ്ച വരും, അതിന്റെ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പൊ പ്രധാനം മനസ്സിലായത്, നമ്മൾ ഇന്ന് വന്നത് ക്രിസ്തു എന്നിൽ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കർത്താവ് എനിക്ക് വേണ്ടി തന്ന വചനം, കൽപ്പന, വാഗ്ദത്തം, ഇവ ഞാൻ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ച് ഞാൻ ആ ക്രിസ്തുവിൽ അങ്ങ് ആകണം. പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് കടഭാരം കാണും, പ്രശ്നം കാണും, കേസ് കാണും, പ്രശ്നം എന്തുണ്ടെങ്കിലും ഇവിടെ ഞാൻ ആരുടെ സന്നിധിയിലാണ് ഇരിക്കുന്നതെന്നും ആരാണ് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നതെന്നും ഞാൻ അവനിലായാൽ അവൻ ഈ പ്രതികൂലത്തെല്ലാം വിടിവിപ്പാൻ ശക്തനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളോ ആ കാര്യം ഈ കാര്യം സഞ്ചരിക്കില്ല. ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൽ വളർന്നാൽ പ്രതികൂലങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീതിയുടെ വസ്ത്രം ദൈവം എന്നിൽ അണിയിക്കണമെങ്കിൽ ഞാൻ ക്രിസ്തുവിലായിരിക്കുകയും ആ അഭിഷേകത്തോടുകൂടെ ആത്മാവിന്റെ ശക്തിയാൽ തന്നെ ഞാൻ ദൈവത്തിന്റെ വചനത്തെ, വാഗ്ദത്തത്തെ, വെളിപ്പാടുകളെ പൂർണ്ണമായി മുറുകെ പിടിക്കണം. അതാണ് എന്റെ വിശ്വാസം. മനസ്സിലായില്ല? ഒന്നാമത് ദൈവം നമ്മെ വിളിച്ചു. യോഹന്നാൻ 10:3 എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവയ്ക്ക് മുമ്പായി വഴി നടത്തും. കാര്യം എന്താ? ആടുകൾക്ക് ആഹാരം കൊടുക്കുന്നത് ഇടയനാണ്. ആ ഇടയൻ ആഹാരം കൊടുക്കുവാൻ തക്കവണ്ണം യേശു മുന്നേ നടന്നതാണ് നമ്മുടെ മെസ്സേജ്. ഈ മനുഷ്യനിലൂടെ ദൈവം സംസാരിച്ചത് ഈ കാലത്തിന്റെ ആടുകൾക്കുള്ള മെസ്സേജ്. നമുക്ക് മുമ്പേ വഴി നടന്നതാണ്. അപ്പൊ ആ വാഗ്ദത്ത വചനം നമുക്ക് മുന്നേ ദൈവം ഒരുക്കിയിരിക്കുന്നു. ബൈബിളിലുണ്ട്. മുദ്രകളാൽ മുദ്ര തുറന്ന് നമുക്ക് സന്ദേശമായി ലഭിച്ചു. അതിപ്പോ നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് മുഴുവൻ നമ്മളെ വിശ്വസിക്കണം. അപ്പൊ ആദ്യം ദൈവം വചനം തന്നു, രണ്ടാമത് നമ്മെ പുറത്തേക്ക് വിളിച്ചു, ഇവിടെ കൊണ്ടുവന്നു. ആ വചനം ഞാൻ വിശ്വസിക്കുമ്പോൾ ആ വാഗ്ദത്ത വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം, ആ വചനം എന്ന നീതിയുടെ വസ്ത്രം ദൈവമാണ് എന്നെ അണിയിക്കാനുള്ളത്. എനിക്ക് അണിയാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത് ദൈവം വചനം നൽകി, ദൈവം രണ്ടാമത് വിളിച്ചപ്പോൾ തന്ന വചനം എന്നിലേക്ക് തരികയാണ്. അത് ഞാൻ മുറുകെ പിടിച്ചാൽ, അപ്പൊ ശ്രദ്ധിക്കും, ഒന്നാമത് ദൈവം വചനം എഴുതിയിട്ടുണ്ടായിരുന്നു, വാഗ്ദത്തങ്ങളും കൽപ്പനകളും നിയമങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 1. 2 എന്നെ വിളിച്ചു. 3 ഇവയൊക്കെ എനിക്കുള്ളതാണ് എന്ന വാഗ്ദത്തം എനിക്ക് തന്നു. 3. ഇനി 4ാമത്തെ കാര്യം, ഞാൻ അത് വിശ്വസിക്കണം. എങ്ങനെ? ഓരോരോ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന രീതിക്കനുസരിച്ചിട്ട് വിശ്വാസം മാറില്ല.
എങ്കിൽ അത് വിശ്വാസം എന്ന് ദൈവം കണക്കിടില്ല. അപ്പൊ മുറുകെ പിടിച്ചിരിക്കുന്ന ആ വിശ്വാസം സംബന്ധിച്ച് നാലാമത്തെ കാര്യം, ദൈവം തന്റെ നീതിയുടെ വസ്ത്രം എന്നെ അണിയിക്കും. ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ നീതിയുടെ വസ്ത്രം എന്നെ അണിയിച്ചു കഴിയുമ്പോൾ ലഭിച്ച വാഗ്ദത്തങ്ങളും വചനങ്ങളും വെളിപ്പാടുകളും നീതിയുടെ വസ്ത്രവും നിലനിർത്തുന്നതിന് വേണ്ടി ദൈവം തന്നെ നൽകുന്നതാണ് സത്യമെന്ന അരപ്പട്ട. അത് ഉറപ്പാണ്. അതാണ് പരിശുദ്ധാത്മാവ്. വിശ്വാസിയായി നമ്മെ വിളിച്ചു കൊണ്ടുവന്ന് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വചനവും പറഞ്ഞ് പണിത് ഇവിടെ നിൽക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചു. ആ പ്രകാരം ഞാൻ വിശ്വസിച്ചപ്പോൾ വചനം ആ വിശ്വസിച്ച വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, അപ്പൊ നീതീകരിക്കപ്പെട്ട എന്റെ നീതീകരണത്തിന് വസ്ത്രം ധരിച്ച് പിന്നെ അതിനെ ആ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ദൈവം തരുന്ന സീൽ ആണ് ഹോളി സ്പിരിറ്റ്, സത്യം എന്ന അരപ്പട്ട. പിന്നെ അവിടെ മുതലാണ് അബ്രഹാമിന്റെ അവിശ്വാസത്തിൽ സംശയിക്കാതെ നമ്മളും യഥാർത്ഥ കർത്താവ് വിളിച്ചു കൊണ്ടുവന്നു നിലനിർത്തിയിരിക്കുന്നു. വസ്ത്രമണിയിക്കുന്നത് കർത്താവാണ്, നീതിയുടെ അരപ്പട്ടയും നൽകിയത് കർത്താവാണെങ്കിൽ എന്നെ എത്രത്തോളം വിശ്വസിച്ചിട്ടാണ് കർത്താവ് തന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്നത്. അതിനെ കൊണ്ടൊന്ന് ഉടച്ചു കളയും. അനീതിക്കായി ഉപയോഗിക്കുന്ന ദൈവനാമം ദുഷിക്കപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ട ദൈവം മുദ്ര നൽകുമോ? ഇല്ല, മുദ്ര നൽകിയിട്ടില്ല. മുദ്ര നൽകിയാൽ വീണ്ടെടുപ്പിൻ നാൾ വരെ ആണ് നൽകിയിരിക്കുന്നത്. അപ്പോ നാലാമതായി നീതിയുടെ സത്യമെന്ന് അരപ്പെട്ട ദൈവം എന്നെ അണിയുകയാണ്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, അത് എഴുതിക്കൊള്ളാം. നമ്മൾ സത്യമെന്ന് അരപ്പെട്ട കെട്ടുന്നത് വസ്ത്രത്തെ ഉറപ്പിക്കാനാണെന്നുള്ള അറിയാം. വസ്ത്രം അതിനു മുമ്പ് കിട്ടിയതാണ്. വസ്ത്രം കിട്ടുന്നതിന് മുമ്പ് എന്റെ വിശ്വാസത്തെ മാനിച്ചിട്ടാണ് വസ്ത്രം തന്നത്. വിശ്വസിക്കാൻ തക്കവണ്ണം കർത്താവ് എന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് വാഗ്ദത്തം നൽകി, വചനം നൽകി. അപ്പൊ എന്നെ വിളിക്കുന്നതിന് മുമ്പേ കർത്താവ് വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചന ദൈവത്തോട്. അത് അപ്പൊ ആ സ്റ്റെപ്പ് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഒന്നുണ്ട് വചനങ്ങൾ, സപ്പോർട്ടീവ് വചനങ്ങൾ. ഇനി യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആരാണ് ഇത് കണ്ടത്? ഈ വന്നിരിക്കുന്നത് ആരാണ് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞവർ മാത്രമേ ഈ വന്ന ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ തേജസ് കണ്ടുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് കണ്ടു? പിശാചിന്റെ തേജസ്സാണ് കണ്ടത്. അതുകൊണ്ടാണ് അവർ ബേൽസെബൂൽ എന്ന് വിളിച്ചത്. കാഴ്ചയില്ലാത്ത ബർത്തിമായി ഗുരു എന്ന് വിളിച്ചത് റബുനി എന്ന് വിളിച്ചു, പലരും ദാവീദ് പുത്ര എന്ന് വിളിച്ചു, കർത്താവെ എന്ന് വിളിച്ചു. അപ്പൊ ഒരു കർത്താവേ ഉള്ളൂ, ഒരു ഗുരുവേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച് നടന്നവർ കാണാൻ കഴിയാത്ത കാഴ്ച പള്ളിപ്രവേശനമില്ലാത്ത പാപികൾ കണ്ടപ്പോൾ അവർ ഈ യേശുവിൽ ദൈവത്തിന്റെ തേജസ് കണ്ടു. അതാണ് അവരുടെ വിശ്വാസം. ബർത്തിമായ വിളിച്ചപ്പോ അവന്റെ മേൽമുണ്ട്, ലൈസൻസാ, അത് എടുത്ത് കളഞ്ഞിട്ടാണ് അവർ ഇറങ്ങി വന്നത്. വിളിച്ചവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ യോഹന്നാൻ 1:14 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ തേജസ് ക്രിസ്തുവിൽ കണ്ടത് ആര് കണ്ടു? ഈ ഒരു പള്ളി പ്രമാണിയും കണ്ടില്ല. മനസ്സിലാവുന്നു? ഞാൻ ഈ ഓരോ കാര്യം പറയുമ്പോഴേ ഞാൻ എന്റെ ധാരണയിൽ ഞാൻ ഇതിനെ വേറൊരു ലെവലിൽ എന്റെ ഹൃദയത്തെ ഞാൻ വേറൊരു തലത്തിലാക്കി കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാല ദൈവസഭയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ഈ സഭയിലുള്ള ആളുകളെയും സഭാവിശ്വാസം കുറച്ചു വരെ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ഒരിക്കലും അവിശ്വസിക്കരുത്. ഒരു കുഞ്ഞു ഭാഗം പോലെ അവിശ്വസിക്കരുത്. എപ്പോഴും ക്രിസ്തുവിലേക്കുള്ള വഴി ഇടുക്കവും വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കം. തൊട്ടപ്പുറത്ത് പെന്തക്കോസ്ത് ചർച്ച് ഉണ്ട്, അവിടെ ജനം കൂടി വരുന്നത്. അത് കണ്ടിട്ടൊന്നുമല്ല, അല്പമേ ഉള്ളൂ. എങ്കിൽ ഈ അല്പം പേരെ വിളിച്ചു വേർതിരിച്ചത് കർത്താവാണെന്നും കർത്താവ് എന്നെ ഒരുക്കാൻ ഞാൻ എന്നെ ഇപ്പോൾ കർത്താവിന് വിട്ടുകൊടുത്താൽ കർത്താവ് എന്നെ അണിയിക്കുകയും ഈ ലോകവും ഈ ജനവും നോക്കി നിൽക്കെ കർത്താവ് തന്റെ ജനമായ എന്റെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തി കർത്താവ് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോ നമ്മുടെ ഇടയിൽ പറഞ്ഞു, അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്.
ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളാണത്. അവരല്ല, ലോകസഭയിലുള്ളവരല്ല. അവര് യേശുവിനെ ആരാധിക്കുന്നു. എന്നിട്ടും യേശുക്രിസ്തുവിന്റെ പിതാവാണ് ദൈവമെന്ന് പറയുമ്പോൾ ശീതോഷ്ണവനായി പോയി. നമുക്കറിയാം ആ പിതാവായ ദൈവം തന്നെയാണ് ശരീരത്തിൽ ഇരിക്കുന്നത് എന്ന് ബോധ്യം വന്നവർ മാത്രമാണ് ദൈവത്തിന്റെ തേജസ് ക്രിസ്തുവിൽ കണ്ടത്. ഇനി ആ തേജസ് എവിടെ വരെ ഉണ്ടാകും? നമ്മളിൽ വരെ ഉണ്ടാകും. ആത്മാവ് ഒന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ചില വ്യക്തികൾ നമ്മളെ കാണുമ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ലേ, ഒരു പ്രത്യേകതയുണ്ട്, മുൻപത്തെ പോലെ അല്ല, ആ തേജസ് നമ്മൾ കാണുകയാണ്. ദൈവം ആത്മാവാകുന്നു, ആത്മാവ് ഒന്ന്. ആ ദൈവമെന്ന ആത്മാവ് ഒരു ശരീരത്തിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ആ കാലത്തെ ആടുകൾക്കാണ് ആ ശരീരത്തിലിരുന്ന ദൈവ തേജസ് കാണാൻ കഴിഞ്ഞതെങ്കിൽ ആരാണ് അവര്? വഴിയൊക്കെ കിടന്നവരാ, ആരോരുമില്ലാത്തവരാ, ആരും മൈൻഡ് ചെയ്യാത്തവരാ, ആർക്കും വേണ്ടാത്തവരാ, എല്ലാരും കുറ്റപ്പെടുത്തുന്നവരാ, സഭയും പുരോഹിതന്മാരും തള്ളിക്കളയുന്നവരാ. പക്ഷെ അവരാണ് ക്രിസ്തുവിൽ ദൈവ തേജസ് കണ്ടതെങ്കിൽ ഇന്നും നമ്മളും അങ്ങനെ തന്നെയാണ്. ആർക്കും വേണ്ട, ലോകത്തിന് വേണ്ട, ബന്ധുക്കൾക്കും വേണ്ട, സുഹൃത്തുക്കൾക്കും വേണ്ട, ആർക്കും വേണ്ട. പക്ഷെ കർത്താവിന് വേണമായിരുന്നു. കർത്താവ് വിളിച്ച് വേർതിരിച്ചിട്ട് ക്രിസ്തുവിന്റെ തേജസ് നമ്മളിലാക്കിയിരിക്കുകയാണ്. ഈ തേജസ് എപ്പോഴെങ്കിലും ആരെങ്കിലും കാണും. അതാണ് എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുവാനുള്ള കാരണം, ആ തേജസ്. ഓക്കെ, അപ്പോൾ ദൈവവചനം നമ്മൾ ധരിക്കുമ്പോൾ, നീതിയുടെ വസ്ത്രം ധരിക്കുമ്പോൾ ലഭിക്കുന്നത് വിശുദ്ധീകരണം കൂടെ ലഭിക്കുകയാണ്. ദൈവത്തിന്റെ വചനം, ആ വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് യോഹന്നാൻ 17:17 യേശുവോട് പറഞ്ഞു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പൊ സത്യമെന്ന അരപ്പട്ട എന്ന് പറഞ്ഞാൽ ഈ വചനം നമ്മെ ശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചു, നീതീകരിച്ചു. ഈ വചനം എനിക്ക് ലഭിച്ച വിശ്വാസം, എന്റെ കാഴ്ചയാണ്, എന്റെ ഉറപ്പാണ്. ആ വിശ്വാസത്തെ ഒരു ഫുൾ മനുഷ്യന് നമ്മൾ സ്നാനപ്പെട്ട് വരുന്ന സമയത്ത് ശിശുക്കൾ പോലെ പാൽ കുടിപ്പാൻ വാഞ്ചിക്കുകയാണ്. അപ്പം വിശ്വാസം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ലഭിച്ച വിശ്വാസത്തിലാണ് കർത്താവ് അത് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ അതിന് പുറകോട്ട് പോകരുത്. അങ്ങനെ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സമ്പൂർണ്ണ ക്രിസ്തുവിനെ ദൈവം ഉരുവാക്കുകയാണ്. നമുക്ക് ലഭിച്ച വെളിപ്പാട്, ആ വിശ്വാസം, അതിൽ ശരിയാണ്, ഇനി തെറ്റിപ്പോകില്ലെന്ന് കർത്താവ് കാണണം. അപ്പോൾ ആ ഭാഗം ഒരു പക്ഷെ കാലില്ല, അവിടുന്ന് മുട്ടുവരായിരിക്കാം. എന്റെ ആത്മീക വളർച്ച ലെവൽ ഞാൻ പറയാണ്, വേറെ അതുവരെ ക്രിസ്തു ഉറപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ വരികയും സന്ദേശം വായിക്കുകയും ബൈബിൾ വായിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവിൽ അടുത്ത വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും, കർത്താവിനാൽ വിശുദ്ധീകരിക്കാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുക യാഗമാണ്. അപ്പൊ ഇന്ന് വരുമ്പോൾ, ഇന്ന് കർത്താവിനും ബാക്കി നീതിയുടെ വസ്ത്രം എന്നെ അണിയിക്കണമെങ്കിൽ എനിക്ക് തന്ന വാഗ്ദത്തം, വചനം, കൽപ്പനകൾ ഞാൻ മുറുകെ പിടിച്ചിരിക്കണം. മുറുകെ പിടിക്കുമ്പോൾ ദൈവം നൽകുന്നതാണ് നീതിയുടെ വസ്ത്രം. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഇനി മലാഖി 2:6 വചനം പറയുന്നു. മലാഖി 2:6, നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു, നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല, സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കി. ആരാണ്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം വന്നാൽ ഈ പറയുന്ന കാര്യമാണ്. 2-3 ആഴ്ചയായിട്ട് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ അത് തന്നെ കുറിച്ച് തന്നെ മറ്റുള്ളവർ അറിയിക്കും. സുവിശേഷം അറിയിച്ചിരിക്കും. അങ്ങനെയാണ് സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ടു തിരിയുമാറാക്കി. ദൈവത്തെ ശരിയായ രീതിയിൽ വിശ്വസിക്കാതിരുന്ന വ്യക്തികളുടെ അടുക്കിലേക്ക് ശരിയായ സത്യ ഉപദേശം ചെന്നു പറഞ്ഞ് അവരെയും കൂടെ സത്യത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കുന്നതും ദൈവം, അകത്തെ ആത്മാവ്. അത് എന്ത് ചെയ്യുന്നു? അവനെ
അവന് ലഭിച്ച സത്യത്തിൽ നിന്ന് പിന്നെ മറ്റൊന്നിലേക്ക് ഉലഞ്ഞു പോകാതിരിക്കുവാൻ സഹായിക്കുന്നു. ഇനി അടുത്തൊരു എഫേസ്യർ 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാൽ ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ദുരുപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ. അപ്പൊ എഫേസ്യർ 4:1 ഉപദേശം ഒന്ന്, കർത്താവ് ഒന്ന്, ആത്മാവ് ഒന്ന്, ഒരു ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശം. അപ്പൊ വേറെ വേറെ ഉപദേശം വന്നാലും ആടി ഉലഞ്ഞു പോകാതിരിക്കാൻ തക്കവണ്ണം ഇതേ ആത്മാവ് തന്നെ ഈ സത്യമെന്ന അരപ്പട്ട ലഭിച്ച വിശ്വാസിയെയും ഉറപ്പിക്കുന്നു. അത് അവനെ ഈ ജീവിതത്തിലെ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ കാത്തുകൊള്ളുന്നതാണ്. ഇനി മറ്റൊരു വചനം 2 തിമോത്തി 2:3-4. ഈ സത്യമെന്ന് അരപ്പട്ട ലഭിച്ച ആ വ്യക്തികൾക്ക് ലഭിക്കുന്ന ജീവിത രീതിയാണ്. ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീതിയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. നീതിയല്ല, നീയും ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. കണ്ടോ, വിളിച്ച് സ്വർഗീയ അനുഭവങ്ങളും ഈ ലോകത്തിന്റെ എല്ലാ നന്മയും തന്ന് നിന്നെ സുഭിക്ഷമായി ആക്കാമെന്നല്ല, എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ഇതേത് കഷ്ടമാണ്? ആക്സിഡന്റും രോഗവും പ്രശ്നങ്ങളും ദുരിതങ്ങളും കടഭാരങ്ങളും അല്ല. എന്റെ നാമം നിമിത്തമുള്ള പഴി, ദൂഷി, നിന്ന, പരിഹാസം, ഇതൊരു കഷ്ടമാണ്. അത് സഹിക്കാനാണ്. കർത്താവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ട് അങ്ങ് പോയിരിക്കുന്നത്. നീ യേശു നാമക്കാരനോ ആയിഷു നാമക്കാരനോ കേൾക്കാൻ പറ്റിട്ട് ഓടാനല്ല, കഷ്ടം സഹിക്കണം. അത് കേൾക്കുമ്പോൾ അവർ ചിരിക്കും, നമുക്ക് ദുഃഖമാകും, പക്ഷേ നിന്റെ ദുഃഖം സന്തോഷമായി മാറും. എന്തുകൊണ്ടെന്നാൽ നിന്റെ പേർ ജീവപുസ്തകത്തിലുണ്ട്. ഈ അപവാദം അവരെ ഏൽക്കുന്നില്ലല്ലോ. ഉണ്ടോ? മറ്റു സഭക്കാരൊക്കെ അവര് സന്തോഷം അനുഭവിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പഴി ദൂഷിക്കുന്ന പരിഹാസമുള്ളത്. അത് തന്നെ മനസ്സിലാക്കാം. അവരുടെ ഉള്ളിലെ ആത്മാവ് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ നമ്മെ അടുപ്പിക്കാത്തത്. നമ്മളെ കാണുമ്പോൾ ഒരു വിചിത്ര ജീവിയായിട്ട് ഓട് ബോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം, വിചിത്ര മനുഷ്യൻ എന്നൊരു മെസ്സേജ് ഉണ്ട്. അതിനകത്തുണ്ട് ഒരു വ്യക്തി, ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞ ഒരു വ്യക്തി സമൂഹത്തിൽ സിറ്റിക്കകത്ത് ചെന്ന് 2 ബോർഡ്, ഒന്ന് കഴുത്തിലാണ്, ഒരു ബോർഡ് പുറകിലും ഒരു ബോർഡ് ഫ്രണ്ടിലിട്ടിരിക്കുന്നു. ക്രിസ്തു നിമിത്തം ഞാൻ വിഡ്ഢി, ഇങ്ങനെ. അപ്പൊ ഇയാളെ നോക്കി എല്ലാവരും ചിരിച്ചോണ്ട് പോകുന്നു. ക്രിസ്തു നിമിത്തം വിഡ്ഢി, നാമം വിഡ്ഢി വിഡ്ഢി, ഇങ്ങനെ പോവുകയാണ് ആള്. കുറച്ച് കഴിഞ്ഞപ്പം ഈ പോയില്ലേ, അവര് ഇയാൾ തിരിഞ്ഞപ്പോ നീ 6 നിമിത്തം വിഡ്ഢി, പുറകിലത്തെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. 6 നിമിത്തം വിഡ്ഢി. ക്രിസ്തുവിനുള്ളവനാണെങ്കിൽ അവനെ ഈ ലോകം പഴിച്ചുകൊണ്ടേയിരിക്കും. അവൻ ക്രിസ്തു നിമിത്തം ഞാൻ വിഡ്ഢി എന്നാണ്. നിങ്ങളോ? നിങ്ങൾ വിഡ്ഢിയാകുന്നത് ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്കാണ് വിഡ്ഢിയാകുന്നത്. അത് അവൻ ക്രിസ്തുവിന് കൊടുക്കുന്നൊരു മഹത്വമാണ്. വിഡ്ഢി എന്ന് എണ്ണപ്പെടേണ്ടി വന്നാലും ഈ വിഡ്ഢി എന്ന് എണ്ണുന്നവരുടെ ഇടയിൽ നിന്ന് കർത്താവ് ഒരിക്കൽ എന്നെ കൊണ്ടുപോകും. ആ ഒരു ഉറപ്പാണ്. അവൻ ക്രിസ്തു നിമിത്തം, അതെ ഞാൻ ക്രിസ്തു നിമിത്തം വിഡ്ഢി, നിങ്ങൾ 6 നിമിത്തം വിഡ്ഢി. ഓടുമ്പോൾ എന്നൊരു മെസ്സേജ് പ്രവാചകത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും. ഭടൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പടച്ചട്ട ഇത് അണിയുന്നതെല്ലാം ദൈവമാണ്. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിക്കണം. കർത്താവ് പറയാണ് പല കാര്യങ്ങളും, ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇതൊന്നും പറയാൻ വന്നതല്ല. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാം പടയാളിയാണ് നമ്മൾ പറയല്ലേ, ക്രിസ്തുവിന്റെ പോരാളിയും അല്ല പടയാളിയും. പക്ഷെ ഇറങ്ങി പുറപ്പെടും. ഇറങ്ങി ആര് പുറപ്പെടുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാമെങ്കിൽ അവനെയാണ് ഇതെല്ലാം അണിയിക്കുന്നത്. അവൻ പോകുന്ന പോക്കിൽ അവനെ ആരെന്ത് പറഞ്ഞാലും അവനൊരു കുലുക്കം ഉണ്ടാവില്ല. അവൻ പടച്ചട്ട അണിഞ്ഞവനാ. അവൻ ക്രിസ്തുവിൽ ഉറപ്പ്. അത് അകത്തെ മനുഷ്യന്റെ ശക്തിയാണ്, ദൈവം നൽകുന്ന ശക്തിയാണ്. അപ്പൊ അണിയിക്കുന്നത് ക്രിസ്തുവാണ്. ഇനി നല്ല പോർ വരുന്നത് നീ ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായ. ഭടൻ ചുമ്മാ ചുരുണ്ടുകൂടി ഇരിക്കുന്നവനല്ല, അവൻ ആയുധം മാത്രം വചനം എടുത്ത് പോരാടുന്നവനാണ്. എതിരെ വന്ന ശത്രുക്കൾ പറയും, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്
യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഇവിടെ വരുമ്പോഴാണ് പാസ്റ്റർ അതൊന്നും വായിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, അതങ്ങ് വെറുതെ വിട്ടുകളാ, നമ്മുടെ പറയരുത്. നോക്കൂ, പട ചേർത്തവനെ. അപ്പൊ ഇതാരാണ് പടച്ചട്ട അറിയിക്കുന്നത്? നമ്മളെ വിളിച്ചവനും നീതീകരിച്ചതും വിശുദ്ധീകരിച്ചതും പരിശുദ്ധാത്മാ നടത്തുന്നതും ഇതെല്ലാം ഒരുവൻ, ദൈവം. പട ചേർത്തവനെ. അപ്പൊ പട ചേർത്തവൻ എന്ന് വെച്ചാൽ വിശ്വാസിയുടെ കൂട്ടത്തിൽ നിന്നുള്ളതല്ല, മണവാട്ടിയുടെ ഗണമാണ് പട. മണവാട്ടി അടങ്ങിയിരിക്കില്ല. അത് എവിടെ കൊണ്ട് കളഞ്ഞാലും ശരിയല്ല. ഈ അട്ടയെ പിടിച്ച് മറ്റേ കെട്ടി കിടക്കില്ലെന്ന് പറഞ്ഞാൽ തന്നെ അത് അത് അശുദ്ധിയിലേ പോവും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അവന്റെ ഉള്ളിൽ ആത്മാവാണ്. അവൻ വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് ക്രിസ്തുവിന് വേണ്ടിയിട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അവന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞു. ആ മനുഷ്യനാലാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ദൈവാത്മാവിനാൽ എന്ന് പറയുന്നത്. അപ്പൊ പട ചേർത്തവനെ നോക്കൂ, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്. അപ്പൊ അകത്ത് വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എപ്പോഴും ദൈവത്തിന് പ്രസാദം വരുത്തുന്ന കാര്യങ്ങളാണ് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും വഴി നടത്തുന്നതും എല്ലാം. അടുത്ത് പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും, യാതൊരു വെച്ചാൽ അങ്ങനെ ആരാണോ അങ്ങനെയുള്ളവർ അവരെ മാത്രമാണ്. വായിക്കുന്ന എല്ലാം യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് യേശുക്രിസ്തുവിനെ അറിയാം, അപ്പോഴെന്തുണ്ട്, എനിക്ക് നിത്യജീവനുണ്ട് എന്ന് വായിച്ചിട്ട് ബുദ്ധിക്ക് പറയുന്നത് പോലെ അല്ല. പടയാളിയെ ആരെന്ന് തെരഞ്ഞെടുത്തതും കർത്താവ്, പടച്ചട്ട അണിയിച്ചതും കർത്താവ്, നീതിയുടെ വസ്ത്രം നൽകിയതും കർത്താവ്, വിശുദ്ധിയുടെ വസ്ത്രം നൽകിയതും കർത്താവ്, പട ചേർത്തവനും കർത്താവ്. ആ പട ചേർത്ത കർത്താവിനറിയാം ഇതിൽ ആരാണ് പടയാളി. ആ പടയാളിയോട് പറയുന്ന കാര്യമാണ് പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. എന്താണ്? ഇന്ന് ഞായറാഴ്ചയാണ്, ചർച്ചിൽ പോകണം, എനിക്ക് വേറൊരു കല്യാണമുണ്ട്, ഞാൻ അവിടെ പോയിട്ട് വരട്ടെ. ദൈവത്തിന് ഇങ്ങനെ പറയുന്നു, അത് മാറ്റി വയ്ക്കാം, എനിക്ക് ഇന്ന് ഇങ്ങനെയാണ്. അത് പടയാളി എന്നും വരില്ല. പടയാളി എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യനാണ് യഥാർത്ഥ പടയാളി. എന്റെ പുറത്തെ മനുഷ്യനിലല്ല ഇതൊന്നും അണിയിക്കുന്നത്. ഈ ജഡശരീരത്തിൽ നീതിയുടെ വസ്ത്രം അണിയിക്കാൻ പറ്റുമോ? പൗലോസ് പറഞ്ഞത് ഞാൻ പാപികളിൽ ഒന്നാമൻ, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ. പക്ഷെ കാലത്തിനനുസരിച്ച് തെറ്റിപ്പോകും. ചിന്ത, വാക്ക്, നോട്ടം, ചിന്ത, പ്രവൃത്തി എപ്പോഴും തെറ്റിപ്പോകാം. പക്ഷെ അതിന് കർത്താവ് വെച്ചിരിക്കുന്ന ഓപ്ഷനാണ്, ചാൻസ് തരുന്നതല്ല. തെറ്റിപ്പോയി കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ ഏറ്റു പറയുക, നീതിയിലായിരിക്കുക. അകത്തെ മനുഷ്യനാണ് ദൈവം ഇതെല്ലാം അണിയിക്കുന്നത്. ഈ ശരീരം എന്ന മൺകൂടാരം ഇവിടെ പോവുകയാണ്. അത് ദുരാത്മാക്കളെ കുറിച്ചുള്ള പഠനം എന്നൊരു മെസ്സേജ് ഇവിടെ ഉണ്ട്. ഇന്നലെ വീട്ടിൽ നിന്നും പെടുന്നില്ല, വലിയൊരു പുസ്തകം. ഞാൻ പറഞ്ഞ പുസ്തകം തരില്ല, ഒരു ഉടനെ എന്റെ അടുത്തോളൂ, ഇവിടെ ഇരിപ്പുണ്ട്, വായിക്കാൻ താല്പര്യമുള്ളത് തന്നയക്കാം. അതിനകത്ത് 3 ശരീരം, ആത്മാവ്, പ്രാണൻ, 3നെയും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പിശാചിന് ഏതുവരെ പ്രവേശിക്കാൻ പറ്റും? പിശാചിന് ഏതുവരെ പ്രവേശിക്കാൻ പറ്റും? ശരീരമുണ്ട്, ആത്മാവുണ്ട്, പ്രാണനുണ്ട്, 3 ഘടകമുണ്ട്. ഏതുവരെ പിശാചിന് കടക്കാൻ പറ്റും? ആത്മാവ് വരെ, പ്രാണനിൽ വരെ കിടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവ്, പ്രാണൻ ക്രിസ്തുവില്ല. അപ്പോഴാണ് പെട്ടെന്ന് അടുത്ത ആണ്ട് വരും, ക്രിസ്തുവിനെ അവൻ സമീപിച്ചില്ലേ? അവൻ അറിയാതെ അത് കറക്റ്റ് ദൈവമാണെന്ന് അറിയാതെ ഇയ്യോബിനെ കുറിച്ച് വാദിക്കാൻ പോയത് അവിടെ. കടക്കുമെന്ന് പറഞ്ഞാൽ അവൻ തെറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. അതാണ് പറയുന്നത്, അലറുന്ന സിംഹത്തെ പോലെ. അപ്പൊ ദൈവത്തിന്റെ ഒറിജിനൽ ആളുകളുടെ അടുക്കലും അവനെത്തും. ക്രിസ്തുവിന്റെ ഉള്ളിൽ വരെ അവന്റെ ചിന്ത വന്നു. അവിശ്വാസികളുടെ അടുക്കൽ അവൻ എപ്പോഴും ഉണ്ട്. വിശ്വാസി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലല്ല, സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടല്ല അവൻ പറഞ്ഞു, നീ നേരത്തിന് മുമ്പ് എന്നെ പീഡിപ്പിക്കാൻ വന്നോ? അവൻ തിരിച്ചറിഞ്ഞു അവൻ ആരാണെന്ന്. അവന്റെ ഓരോ സംസാരത്തിൽ എന്നിട്ട് അവൻ പ്രാണൻ കർത്താവ് കൃത്യം ആ ക്രിസ്തുവിനെ വരെ തെറ്റിക്കാൻ വേണ്ടി സ്വാധീനിച്ചെങ്കിൽ നമ്മളും നിത്യജീവൻ പ്രാപിച്ചിരുന്നാലും അത് നമ്മെ സ്വാധീനിക്കില്ലേ? പക്ഷെ യേശു തെറ്റിയില്ല. നിത്യജീവൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ്. യേശു തെറ്റിയില്ല. യേശു എന്ത് ചെയ്തു? തന്നിലുള്ള വചനത്തെ എടുത്ത് തിരികെ വിട്ടു. നമ്മളോ ഉണ്ടാതെ വചനത്തെ മൂടി വെച്ചിട്ട് നമ്മൾ ആ വഴിക്ക് പോകും. അപ്പൊ നിത്യജീവൻ പ്രാപിച്ചവരാണോ? ഇല്ല. നിത്യജീവൻ പ്രാപിക്കാതെ പോകാൻ പറ്റില്ല. ഒന്നാമത്തെ ഗണത്തിൽ പോകില്ല. ഓക്കെ. അപ്പോ പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. അതായത് ആ വ്യക്തിക്ക്
നമ്മളിപ്പോ ലോകപ്രകാരമായി പോകും. പക്ഷെ എന്റെ അകത്തെ മനുഷ്യൻ എന്നെ ഓർമ്മപ്പെടുത്തി അതിൽ നിന്ന് ഈ ലോകത്തിലെ എന്തിനേക്കാൾ ഉപരിയായി ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവനാണ് ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത്. ഇടപെട്ടു പോകും, നമ്മുടെ ആവശ്യമൊക്കെ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. പക്ഷെ അപ്പോഴും കർത്താവ് നമ്മെ തെറ്റിതിരുത്തും, ഓർമ്മപ്പെടുത്തും, ശരിയായി തീരുമ്പോൾ അത് ജീവിത പോരാട്ടങ്ങളിലും ശോധനകളിലും അവൻ നമ്മെ താങ്ങുന്നതാണ്. ശോധനകളിലും ജീവിത പാത എന്ന് വെച്ചാൽ നമ്മുടെ മാനുഷിക യാത്ര, ജീവിതം. അതിനിടയിൽ ശോധന വരുമ്പോഴും താങ്ങുന്നതാണ് ഈ സത്യം എന്ന അരപ്പട്ട. അപ്പൊ അരപ്പട്ടെങ്കിലും കിട്ടിയോ? അരപ്പട്ടെങ്കിലും കിട്ടിയോ? എങ്കിൽ നമ്മൾ താങ്ങുമെന്നാ പറയുന്നത്. പ്രതികൂലങ്ങളിൽ താങ്ങും. ഇനി എബ്രായ ലേഖനം 14:15-16 പറയാണ്. എബ്രായ ലേഖനം 14:15-16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ആരാണ്? മഹാപുരോഹിതൻ. ആരാ മഹാപുരോഹിതൻ? അത് യേശു ക്രിസ്തു. മഹാപുരോഹിതൻ യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ്? ദൈവമെന്നല്ല പറഞ്ഞത്, വാക്ക് ശ്രദ്ധിക്കണം. മഹാപുരോഹിതൻ. എബ്രായ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുള്ള പുരോഹിതൻ വരേണ്ടതിന് ഇരിക്കെ, മേശമേൽ ശുശ്രൂഷ ഉണ്ടായിരിക്കെ നമുക്ക് മറ്റൊരു പുരോഹിതന്റെ ആവശ്യം എന്ത്? അവനാണ് മഹാപുരോഹിതൻ, യേശു ക്രിസ്തു മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ ശരീരധാരിയായി വന്ന യേശു ക്രിസ്തു ശരീരത്തിൽ നിൽക്കുമ്പോൾ ലോകം എങ്ങനെയെല്ലാം ആക്രമിക്കപ്പെടുമെന്ന് നമുക്കൊരു മാതൃക കാണിച്ചു തരുവാൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുപോലെ ദൈവവും ജഡരക്തത്തിൽ വന്ന് നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ്. അപ്പോ ആ യേശുക്രിസ്തുവാണ് നിത്യജീവൻ അല്ലെ? ആ ആത്മാവ് ദൈവം തന്നെ ആയിരുന്നിട്ട് പാപം അവരെ വന്ന് പ്രേരിപ്പിച്ചു. പക്ഷെ മനുഷ്യൻ എന്തുള്ളൂ എന്ന് കർത്താവിനറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടുപോയാൽ, സ്ഥിരം ഈ കത്തോലിക്കാരനെ പോലെ എന്നും പാപം ചെയ്യാൻ കുമ്പസാരിക്കാം, പാപം ചെയ്യാൻ കുമ്പസാരിക്കുന്നല്ല, പറ്റിപ്പോയി കർത്താവെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല. ഇതൊക്കെ എന്തിനാണ് പറയുന്നത് അറിയാമോ? തെറ്റിപ്പോയ ഒരു വിശ്വാസി യൂദ തെറ്റിപ്പോയി. അവനിൽ ഈ വചനമൊന്നും ക്രിയ ചെയ്തില്ല. അവനിൽ ഈ വചന ക്രിയ ചെയ്തില്ല. നിങ്ങൾ വിചാരിക്കും യൂദ മരിച്ചതിന് ശേഷമല്ലേ എബ്രായ ലേഖനം എഴുതി എന്നല്ല. പത്രോസ് പറഞ്ഞു നീ ക്രിസ്തു എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പറഞ്ഞു നീ ക്രിസ്തു. എപ്പോ? എഴുതിയിരുന്നില്ലല്ലോ. പക്ഷെ പത്രോസിന്റെ ഉള്ളിൽ വചനം ഉണ്ടായിരുന്നു. അപ്പൊ യൂദയുടെ ഉള്ളിൽ വചനം ഉണ്ടായിരുന്നെങ്കിൽ ഈ വചനം ഓർമ്മ വരുമായിരുന്നു. കർത്താവെ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ ഒറ്റ ചെയ്തു. അവൻ ആ പണവും കൊണ്ട് എറിഞ്ഞിട്ട് അവൻ തൂങ്ങിച്ചവനല്ല പോകേണ്ടത്. അവൻ മുട്ടുമുടക്കി, അവിടെ മുട്ടുമുടക്കി. അന്ന് യെരൂശലേം ദേവാലയത്തിലാണ് മുട്ടുമുടക്കി ഒന്ന് കർത്താവിനോട് അപേക്ഷിച്ചാൽ കർത്താവ് ഇത് കേൾക്കുമായിരുന്നു. അപ്പൊ അവന്റെ ഉള്ളിൽ വചനമുണ്ടായിരുന്നെങ്കിൽ ഈ വചനം ഓർമ്മപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. എന്താണത്? പാപം ഒഴികെ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, പാപം എന്ന് പറയുന്നത് പരീക്ഷകൾ നമ്മുടെ അടുക്കൽ വരും, പരിശോധകൻ വരും, വിശ്വാസിയുടെ രൂപത്തിലും പുരോഹിതന്റെ രൂപത്തിലും അവിശ്വാസിയുടെ രൂപത്തിലും ശത്രു പിശാചിന്റെ രൂപത്തിലും എന്റെ അടുക്കൽ വരുമ്പോൾ അത് ഞാൻ സ്വീകരിച്ചാലാണ് ഞാൻ പാപിയാകുന്നത്. യേശു അങ്ങനെ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് വാക്ക് നോക്കൂ, പാപം ഒഴികെ യേശുവിൽ ഒരു അവിശ്വാസവും ഇല്ലായിരുന്നു. ഒരു അവിശ്വാസവുമില്ല, ഒരു പരിശോധകനും യേശുവിനെ കീഴടക്കിയതുമില്ല. പരിശോധന മീൻസ് സാഹചര്യങ്ങൾ. പരിശോധകൻ നമ്മൾ വിചാരിക്കണം എന്നെ തെറ്റിക്കാൻ ഇപ്പം ശത്രു കൊമ്പ് കുഴലുമായിട്ട് വരും. അങ്ങനെ ഒന്നും വരില്ല. അവൻ ഒന്നീ പാസ്റ്റർ രൂപത്തിൽ വരും, അല്ലെങ്കിൽ വിശ്വാസിയുടെ രൂപത്തിൽ വരും, അല്ലെങ്കിൽ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ വരും. വന്ന് എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്താണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് യേശുവിന്റെ അടുക്കലും വന്നു. പക്ഷെ യേശു അതിന് ഒഴിഞ്ഞു പോകാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ ഉള്ളിൽ വചനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാപം ഒഴികെ. പാപം ഒഴികെ എന്നത് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. പാപം വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ പാപത്തിൽ വീണുപോയില്ല. അടുത്തത്, സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. അവിടെ മാത്രമാണ് നമുക്ക് തുല്യൻ.
പരീക്ഷകളിൽ മാത്രമാണ് നമ്മുടെ ഇടയിൽ പരീക്ഷകൾ വരുന്നത് പോലെ യേശുവിന്റെ അടുക്കൽ പരീക്ഷകളും പരിശോധനകളും പിശാചും വന്നപ്പോൾ യേശുവിന്റെ ഉള്ളിൽ വചനം ഉണ്ടായിരുന്നതുകൊണ്ട് ആ വചനത്താൽ അതിനെ തടഞ്ഞു നിർത്തി. നമ്മളോ ആ പരിശോധനകളിൽ പെട്ടുപോകുന്നു. അതുകൊണ്ടാണ് നമ്മിൽ പാപമുണ്ടെന്ന് പറയുന്നത്. പത്രോസും വീണ്ടും ജനനം പ്രാപിച്ചിട്ടും പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമൻ. നല്ലത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും പാപം എന്റെ മേൽ കിടക്കുന്നു. അവൻ യഹൂദന, അവന്റെ മേൽ എങ്ങനെയാ പാപം വന്നത്? എന്റെ മേൽ കിടക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആ പാപമാണ് ഏദൻ തോട്ടം മുതൽ കൈമാറി വന്ന രക്തത്താലുള്ള പാപം. പാപപരിഹാരത്തിന് എന്തിനാണ് രക്തം ചീന്തുന്നതെന്ന് ഈ ഒരു സഭകൾക്കും അറിയില്ല. മുസ്ലിങ്ങൾ കല്ലെറിയുന്നുണ്ട്, ഹിന്ദുക്കൾ കോഴി ഇറക്കുന്നുണ്ട്. മന്ത്രവാദമൊക്കെ പഠിച്ചാളുടെ മോളാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം അവർ ചെയ്യുന്നു. എന്തിനാണ് പാപപരിഹാരത്തിന് രക്തം ചീന്തുന്നതെന്ന് അവർക്കറിയില്ല. നമുക്കും അറിയില്ലായിരുന്നു. കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടു എന്ന് നമ്മളും പെന്തക്കോസ്തിലെ കൈകൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എന്തിനാണ് രക്തം ചീന്തിയത്? അതാണ് ഈ എളിയ മനുഷ്യനിലൂടെ കർത്താവ് പറഞ്ഞത്. ഭൂമിയിലെ ക്രിസ്തു വിശ്വാസി, മണവാട്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനമല്ലാത്ത ആരും വിശ്വസിക്കില്ല. ഏദൻ തോട്ടത്തിൽ നടന്നത് രക്തസംബന്ധമായ പാപമാണ്. കായീൻ ആദാമിന്റെ മകനല്ല. അവിടെ സംസാരിച്ച സർപ്പന്റ് എന്ന ഒരു ജന്തു, മനുഷ്യനൊന്നും പറയുന്നില്ല, ഒരു ജന്തു, അതിന്റെ സന്തതിയാണ് കായീൻ. അത് മനുഷ്യ രക്തവുമായും മനുഷ്യ ബീജവുമായും ഇടകലരുന്ന തരത്തിൽ ദൈവം തന്നെ അതിനവിടെ ആക്കിയതാണ്. കാര്യം എന്താ? പരിശോധകൻ വേണം, ജയിക്കുന്നവൻ വേണം, തോൽപ്പിക്കുന്നവൻ വേണം. ആ രക്തത്തിന്റെ പാപം എങ്ങനെ അബ്രഹാമിന്റെ നീതിയോടുകൂടി സാറായിൽ നിന്ന് ജനിച്ച് അതിന്റെ തല, ഞാൻ യഹൂദൻ എന്നവൻ പറയാണ്, അങ്ങനെ ഈ യഹൂദനായ ഇവന്റെ ഉള്ളിൽ എങ്ങനെ രക്തം വന്നു? കായിന്റെ വംശപരമ്പര വേറെയല്ലേ അല്ലേ? അബ്രഹാമിന്റെ സന്തതി അബ്രഹാം, ഇസാഖ്, യാക്കോബ്, അതൊന്ന് ഇസ്രായേൽ തലമുറ. ആ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആ ഗോത്രത്തിലുള്ള ആരും ഗോത്രങ്ങൾ തമ്മിൽ പോലും മാറി പോകാൻ കഴിക്കില്ല. അങ്ങനെയുള്ള യഹൂദനായിരിക്കെ ഇവന്റെ മേലെ എങ്ങനെ ആ രക്തത്തിന്റെ പാപം വന്നു? അറിയാമോ? ശേത്തിന്റെ അല്ല, സോറി, നോഹയുടെ മക്കളിലൂടെ ഹാമാണ്. ഹാം വഴിയാണ് നോഹയുടെ മകൻ ഹാമിന്റെ മകൻ ഹാമാണ് അവിശ്വാസി വിവാഹം കഴിച്ചിരുന്നത്. നോഹയ്ക്ക് രണ്ട് പുത്രന്മാർ അല്ലേ? അല്ലല്ല, മൂന്ന് പുത്രന്മാർ. 3 പുത്രന്മാരിൽ ഒന്ന് അവിശ്വാസിയാണ് വിവാഹം കഴിച്ചിരുന്നത്. ആ അവിശ്വാസിയിലൂടെ ഇടകലർന്ന് വന്നപ്പോ പിന്നെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് വിവാഹം കഴിച്ചു. അപ്പൊ ഈ അവിശ്വാസി ഹാം വിവാഹം കഴിച്ച അവിശ്വാസി അതാ കായീന്റെ വംശപരമ്പരയിൽപ്പെട്ടതാണ്. ദൈവത്തിന്റെ ഇച്ഛയാണ്. ആ പെട്ടകത്തിൽ ആകെ 8 പേരെ ഉള്ളൂ എങ്കിലും ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ കായീനോട് പറഞ്ഞു, നിന്നെ കൊല്ലാതിരിക്കാൻ ഞാൻ ഒരു അടയാളം വയ്ക്കുന്നു. എന്നിട്ട് നോഹയുടെ പരമ്പരയോടുകൂടി അത് നശിച്ചു പോയെങ്കിൽ ദൈവത്തിന് ദീർഘവീക്ഷണം ഇല്ലാത്തവനാണെന്ന് ആയി പോകില്ലേ? അതുകൊണ്ട് തന്നെയാണ് നോഹയുടെ മകനെ ഹാം അവിശ്വാസി കായീന്റെ വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ രക്തത്തിലൂടെ പാപം ഇടകലർന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് വിവാഹം കഴിച്ച് ഈ പൗലോസിന്റെ കാലമായപ്പോ 1000 വർഷമായില്ലേ? 2000 വർഷം. അബ്രഹാമിന്റെ കാലം 2000 വർഷം, നോഹയുടെ കാലം 2000 വർഷം, യേശുവിന്റെ കാലമായപ്പോഴത്തേക്ക് അബ്രഹാമിന്റെ കാലം 3000 വർഷം, യേശുവിന്റെ കാലമായപ്പോൾ 4000 വർഷം. അപ്പൊ ഏകദേശം നോഹയുടെ കാലത്തിന് ശേഷം 2000 വർഷം കൊണ്ട് ഈ പൗലോസ് യഹൂദനായിരുന്നിട്ടും ആ രക്തം ഇവനിലും ഇടകലർന്നു. നമ്മളൊക്കെ ഓൾറെഡി പുറത്താണ്. അതുകൊണ്ടാണ് ജാതികൾ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ അന്യർക്കും പരദേശികളുമായിരുന്നു. യാതൊരു ബന്ധവുമില്ല. ഇസ്രായേലിന്റെ വാഗ്ദത്ത നിയമങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു. പക്ഷെ അവൻ യഹൂദനായിരുന്നിട്ടും അവന്റെ മേൽ കിടന്ന പാപം, അവനെ പാപത്തിന് വേണ്ടി പ്രേരിപ്പിച്ചത് ഈ രക്തമായിരുന്നു. ഓക്കെ, അപ്പൊ പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് യേശുക്രിസ്തു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിന് കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസിംഹാസനത്തിൽ ചെല്ലുക. എപ്പോഴാണ് ചെല്ലേണ്ടത്? ഒറ്റ തവണയല്ല, ഒരു തവണയല്ല. ഒരു തവണ സ്നാനത്തിന് മുമ്പേ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുവെങ്കിൽ, അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചുവെങ്കിൽ ആ വ്യക്തിയെ ദൈവം എന്താ കാണുന്നു? കുഞ്ഞുങ്ങൾ. ഇവിടെ ആരോടാണ് പറയുന്നത്? കുഞ്ഞുങ്ങളെ. പക്ഷെ കുഞ്ഞുങ്ങളാണ്, മുതിർന്നവരെ എന്ന് വിളിക്കുന്നില്ല.
കാലം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയമായി. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പാൽ എത്രയെ കുടിക്കുന്നു എന്ന് പറഞ്ഞത് ആ ദൈവിക വളർച്ച ഇല്ലാത്തവരെയാണ്. സ്നാനപ്പെട്ടിട്ട് വർഷങ്ങളായിരിക്കാം, പക്ഷെ ആ സമയത്ത് തന്നെ നമ്മുടെ ആത്മീക മനുഷ്യന്റെ വളർച്ച ഇപ്പോഴും ശൈശവത്തിലിരിക്കുകയാണ്. എന്താണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനങ്ങളും വാഗ്ദത്തങ്ങളും കൽപ്പനകളും പ്രകാരം ഞാൻ വിശ്വസിച്ചതിന്റെ ദൈവം നൽകിയ നീതിയുടെ വസ്ത്രം എന്റെ മേലില്ല. അത് ഉറപ്പിക്കാനുള്ള അരപ്പട്ട എന്റെ മേൽ ദൈവം നൽകിയിട്ടില്ല. അപ്പോൾ ഞാൻ എവിടെ ഇരിക്കുന്നു? ശിശുവായിരിക്കുന്നു. ആ ശിശു ആയിരിക്കുന്ന നമ്മോടാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നു എങ്കിൽ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിനോട് സംസാരിക്കും, നമ്മുടെ പാപങ്ങൾ പോക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ ശൈശവ ദശയിൽ നിന്ന് വിട്ടിട്ട് ആത്മാവിൽ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്, തൽസമയത്ത് തെറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ് അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ ലഭിക്കാനും. എന്താ കൃപ? കൃപ എന്ന് വെച്ചാൽ തൊട്ടു മുമ്പ് നടന്ന പാപം, ആ പാപം നിമിത്തം എന്താണ്? ദൈവത്തിന്റെ അഭിഷേകമോ വചനമോ പുത്രനോ എന്നുള്ള ആ സ്ഥാനമെടുക്കാൻ ഒരു യോഗ്യതയും ഇല്ല. കൃപ എന്ന വാക്കിന്റെ അർത്ഥം അർഹിക്കാത്തവന് ലഭിക്കുന്ന ദാനമാണ് കൃപ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ദാനം എന്താണ്? ദാനം, അതെ, ഉറക്കെ പറയണം, വിശ്വസിക്കുന്ന കാര്യം ഉറക്കെ പറയണം, പരിശുദ്ധാത്മാവാണ്. അപ്പോ ഈ പാപം ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് മാറുന്നത് നമ്മുടെ പേര് മെസ്സേജ് ഉണ്ട്, തൂവള്ളപ്രാവിൻ ചെറുകിൻ കീഴുന്ന മെസ്സേജിനകത്തുണ്ട്. അത് ആ സമയത്ത് മാറി, പ്രവാചകനകത്ത് പറയുന്ന ആ പ്രാവ് മാറിയത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാവ് അവിടെ ഇരിക്കേണ്ടല്ല, ആ പ്രാവ് എന്റെ മേൽ ഇരിക്കേണ്ട. എന്റെ മേലെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടെ പറഞ്ഞാൽ ആത്മീയമായി പറഞ്ഞാൽ ആ പ്രാവ് കുഞ്ഞാടിന്റെ മേലിരിക്കാനുള്ളതാണ്. കുഞ്ഞാടിന്റെ മേലല്ലാതെ പ്രാവ് വേറെ ആരുടെ ഉള്ളിൽ പോയിരിക്കില്ല. പ്രാവ് നിഷ്കളങ്കമാണ്, അതിനറിയാം. കുഞ്ഞാട് സൗമ്യതയുള്ള വ്യക്തിയാണ്. ആട് കോലാട്ടിന്റെ പുറത്തിരുന്ന് അത് കുളത്തിട്ടൊക്കെ ചാടും. കുഞ്ഞാട്, ഈ കുഞ്ഞാടാരാണ്? ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച. അതാണ് നമ്മുടെ 7 മുദ്ര പഠിപ്പിച്ചപ്പോ എളിമയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ദൈവം തന്നെ എളിമയുള്ളവർക്ക്, എളിമയുള്ളവർക്ക് മാത്രമേ ദൈവം തന്റെ ആത്മാവിനെ പകരുള്ളൂ. അതാണ് എന്റെ ആത്മഭാരം. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. ഇനി ഞാൻ ക്രിസ്തു എന്റെ ജീവിതം ക്രിസ്തുവിന് അപമാനമാകാതിരിക്കാൻ തക്കവണ്ണം ക്രിസ്തു നിമിത്തം ഞാൻ ആ ഭാരം, ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കാൻ ഞാൻ ജീവിക്കുന്നു എന്നതിന്റെ തെളിവാണ് എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നതിന്റെ തെളിവ്. ആ ഭാരമാണ് എന്നെ കൊണ്ട് ക്രിസ്തുവിന്റെ നീതിയിലേക്ക് വഴി നടത്തുന്നത്. അപ്പൊ ആ പ്രാവ് എന്റെ മേൽ ഉണ്ടായിരുന്നു. എന്റെ പാപം സംബന്ധിച്ച് അത് വിട്ടുമാറിയിട്ട് ദുഃഖിച്ചിരിക്കുന്നത് കുഞ്ഞാടാകുന്ന എന്റെ മേൽ തിരികെ വരാനാണ്. അത് 1-2 വിഷയങ്ങൾ പ്രവാചകൻ പറയുന്നു. തിരികെ നാം പുൽപ്പറ്റിലേക്ക് വരിക, മടങ്ങി വരിക, തത്സമയത്തെ സഹായത്തിന് കൃപ ലഭിപ്പാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാവ് വീണ്ടും നമ്മുടെ കുഞ്ഞാട്, അപ്പോൾ കുഞ്ഞാടാകുന്നു. ആ കുഞ്ഞാടാണ് വാശി, അഹങ്കാരം, തന്റെ ഇടം, നൊന്ന വിഷം, ഭിന്നത, അസൂയ, ജാരസംഘ, കോപം, പിണക്കം, ഇതൊന്നും ഇല്ലാത്തത്. ആ കുഞ്ഞാട് അല്പസമയത്തോട് പറയാം. കുഞ്ഞാടിന് ദൈവം നൽകിയിരിക്കുന്ന അതിന്റെ സംരക്ഷണമാണ് അതിന്റെ രോമം. ദൈവം നൽകിയതാണ്, അതിന് നൽകിയതാണ്. പക്ഷേ ആ ആടിന് ദൈവം നൽകിയപ്പോ മറ്റൊന്നും പറഞ്ഞിട്ടുള്ള എനിക്കറിയില്ല, പക്ഷെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചെമ്മരിയാട് അതിന്റെ രോമം കത്തിരിക്കാൻ അതിന്റെ യജമാനൻ വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത്. ഞാൻ നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഇടാം. ചെമ്മരിയാടിന്റെ രോമം കത്തിരിക്കുന്നത് മിണ്ടാതെ കിടക്കും. രോമം മുഴുവൻ കത്തിരിച്ചെടുത്താലും അത് മിണ്ടില്ല. രോമം കത്തിരിച്ച് കളയുമ്പോൾ ചാടി ഒരൊറ്റ പോക്ക് പോകും. അതുവരെ മിണ്ടാതെ കിടക്കും, കാൽക്കില്ല. ആ യജമാന്റെ കാൽക്കിൽ കിടന്ന് ഈ നമ്മുടെ ഈ പണ്ടൊക്കെ മുടി വെട്ട് കൊച്ചു പിള്ളേരെ വിട്ട് ഇതുപോലത്തെ ഒരു ക്രോപ്പ് അത് വെച്ചിട്ടാണ് ഇങ്ങനെ കട്ടി തീർക്കുന്നത് കംപ്ലീറ്റ്. പിന്നെ ശരീരം വെള്ള ശരീരം മാത്രമല്ല, രോമം മുഴുവൻ എടുക്കുകയാണ്. ആ രോമം, ആ ചെമ്മരിയാടിന് ദൈവം അതിന്റെ സംരക്ഷണം, അത് തണുപ്പുള്ള പ്രദേശങ്ങളിലെ ചെമ്മരിയാട് കൊണ്ട് കാണുള്ളൂ. ആ തണുപ്പിനെ, ലോകത്തിന്റെ ആ രീതിയിൽ ജീവിക്കാതെ ദൈവം അതിനെ സംരക്ഷിക്കാൻ കൊടുത്ത ആ രോമം, പക്ഷെ താൻ ദൈവം എനിക്ക് തന്നതാണെങ്കിലും ഞാൻ എന്റെ യജമാനനുള്ളതാണെന്ന ബോധമാണ് ആ ചെമ്മരിയാടുകൾ നടന്നു കൊടുക്കുന്നത്. അതാണ് എളിമയും താഴ്മയും. മറ്റൊരു കോഴിയെ, നമ്മളൊരു കോഴിയുടെ രോമം പിടിച്ചു ഒരെണ്ണം വലിച്ചു പറിക്കുമ്പോഴേ അത് ഓടും. ഒരു കോലാടായാലും ഓടും.
പക്ഷെ അതിനറിയാം, അറുക്കാനുള്ള ആടിനെ പോലെ എണ്ണേണ്ടി വന്നാലും ആ ചെമ്മരിയാട് സൗമ്യതയുള്ളതായിരിക്കും. അതാണ് എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നതിന്റെ ലക്ഷണം. ഞാൻ കോലാളായിരുന്നു, ലോകപ്രകാരം ഭയങ്കര അഹംഭാവിയായിട്ട് നടന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ പണിതു, ദൈവത്തിന്റെ ആത്മാവിനാൽ എന്നെ വഴി നടത്തപ്പെടുന്നെങ്കിൽ ഞാൻ പിന്നെ ക്രിസ്തുവിൽ താണിരിക്കുന്നവനാകും. എൻ്റെ ഓരോ വാക്കും, പ്രവൃത്തി, ജീവിതവും എല്ലാം ക്രിസ്തുവിൽ എളിമയിൽ, താഴ്മയിൽ. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാകും. അങ്ങനെ സ്വർഗത്തിൽ വലിയവനായ ദൈവം, ഏറ്റവും ഉയരത്തിലിരുന്ന ദൈവം, ഈ ഭൂമിയിൽ വന്ന് ഏറ്റവും ഒരു മനുഷ്യനും പോകാത്തത്ര താഴ്ചയിലേക്ക് പോയ ക്രിസ്തുവിനെയാണ് ഏറ്റവും മേലായി ഉയർത്തിയത്. അതുകൊണ്ടാണ് ആ സ്നേഹം, ആ സൗമ്യത, ആ സ്വഭാവം, ക്രിസ്തേശുവിന്റെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ പ്രാവ് തിരികെ വരുന്നത് ചെമ്മരിയാടിന്റെ മേൽ മാത്രമേ പ്രാവ് വരികയുള്ളൂ. പ്രാവ് സൗമ്യതയുള്ളതാണ്. ഇനി ഈ ചെമ്മരിയാടിന്റെ മറ്റേതൊരു മാനിന്റെ ഇറച്ചിയാണ് ടേസ്റ്റ്, പക്ഷെ പ്രവാചകൻ അതിലും ടേസ്റ്റാണ് ചെമ്മരിയാടിന്റെ മാംസം. അത് ഈ ഭൂമിയിലെ മൃഗങ്ങൾക്ക് തന്നെ അറിയാം, ചെമ്മരിയാടിന്റെ മാംസം അതിഭയങ്കരമായ ടേസ്റ്റ് ആണ്. പക്ഷേ ഈ ഭൂമിയിൽ സിംഹം ചെമ്മരിയാടിനെ പിടിച്ച് കടിച്ചു തിരുത്തിന്നു. എന്നാൽ ഈ ചെമ്മരിയാടിന്റെ അടുക്ക്, ഈ സിംഹത്തിന്റെ അടുക്കൽ ഈ ചെമ്മരിയാട് പോകുന്ന ഒരു സമയമുണ്ട്. ഇത് തമ്മിൽ സ്നേഹത്തിലാകും, പ്രണയത്തിലാകും. എപ്പോൾ മാത്രം? ചെമ്മരിയാടിന്റെ മേൽ പ്രാവുള്ളപ്പോൾ മാത്രം. പ്രാവ് പരിശുദ്ധാത്മാവ്, ചെമ്മരിയാട് നമ്മൾ, സിംഹം കർത്താവ്. ഈ മണവാട്ടി എന്ന നാം, നമ്മുടെ മേൽ ദൈവം പകർന്ന പ്രാവ് ചെമ്മരിയാടാണെങ്കിൽ, സൗമ്യതയുള്ള വ്യക്തിയാണെങ്കിൽ, ആ പ്രാവ് എൻ്റെ മേൽ വന്നിരുന്നിട്ട് ഈ പ്രാവോടുകൂടി, പരിശുദ്ധാത്മാവോടുകൂടി എൻ്റെ അകത്തെ മനുഷ്യൻ എന്ന ചെമ്മരിയാട് സിംഹം എന്ന രാജാവിന്റെ അടുക്കലേക്ക് പോയി അത് വിവാഹം ചെയ്യും, പ്രണയത്തിലാകും. അത് ഒന്നായിട്ടുണ്ട്. ഈ ഒരു സൗമ്യതയിലേക്കാണ് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇത് പ്രവാചകന്റെ മെസ്സേജ് പുസ്തകമൊക്കെ വായിക്കാൻ പറഞ്ഞതുകൊണ്ട് ഇതുപോലെ പലതും വായിക്കുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ തോന്നും. ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത മനുഷ്യനിലൂടെ ദൈവം സംസാരിച്ചിരിക്കുന്ന ആ രീതികൾ നോക്കുമ്പോൾ അത് നമ്മൾ വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് എൻ്റെ അകത്തെ മനുഷ്യന്റെ ആഹാരമുണ്ട്. വരികൾക്ക് ഇടയിൽ കിടക്കുന്ന ആഹാരം എൻ്റെ അകത്തെ മനുഷ്യന് വേണമെന്ന ദാഹത്തോടുകൂടെ ഞാൻ വായിച്ചാലേ കിട്ടുള്ളൂ. ഇല്ലാതെ പറയാം, ഒരു പ്രാവ് വന്നു, ചെമ്മരിയാടിരുന്നു, ചെമ്മരിയാട് സിംഹം തിന്നുമായിരുന്നു, അന്ന് വിശപ്പില്ലായിരുന്നു, അന്ന് സിംഹം ചെമ്മരിയാടിനെ പിടിച്ചില്ല. അല്ല, അതിന്റെ പേര് പ്രാവിനെ കണ്ടു. പ്രാവ് ആരാ? എൻ്റെ പ്രാവേ. ആ മെസ്സേജ് കേട്ടിട്ടുണ്ടോ? പ്രവാചകന്റെ മെസ്സേജ് അതെല്ലാം കേട്ട്, എൻ്റെ പ്രാവേ. തന്റെ പ്രാണനാണ് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്, മണവാട്ടി. ഇപ്പൊ എന്റെ ഹൃദയം ഞാൻ എടുത്ത് സക്കായി ബ്രദറിന് കൊടുത്തിട്ട് സക്കായി ബ്രദറിനെ ഞാൻ ഉപദ്രവിക്കണമെങ്കിൽ ആ ഉപദ്രവം എന്റെ ഹൃദയത്തിൽ, ആ ബ്രദറിന്റെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിലാണ്. ക്രിസ്തു തന്റെ ആത്മാവെന്ന പ്രാവിനെ, പ്രാണനെ വെച്ചിരിക്കുന്നത് എന്നിലാ വെച്ചിരിക്കുന്നത്. അത് പ്രവാചകൻ എൻ്റെ പ്രാവേ, രൂത്തിന്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ പ്രാവേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നിൽ പ്രവേശിപ്പിച്ചിട്ട് ആ അകത്തെ മനുഷ്യൻ എന്ന നമ്മുടെ മനുഷ്യനിൽ ഈ പ്രാവ്, അതായത് ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കുന്നവർ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേൽക്കും. റോമർ 11 പറയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ്, റോമർ 8:11 അവിടെ പറഞ്ഞത്. ക്രിസ്തേ ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം, കാരണം അറിയാറില്ല വിട്ടുപോയി. നമ്മളൊക്കെ അതിനകത്ത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മരിച്ചവരെ ഉയർപ്പിക്കാൻ പോണത്. തുടങ്ങി വെച്ചാൽ അറിയാം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ എങ്ങനെ ജീവിപ്പിക്കും. ഉയർപ്പിക്കുന്ന കാര്യമല്ല, ജീവിപ്പിക്കും. മർത്യ ശരീരം 2 തരത്തിലുണ്ട്. ഒന്ന്, മരിച്ചുപോയ വ്യക്തി. ഇതൊക്കെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ച് ആ സമയത്ത് ഇതിനെ കൈവയ്ക്കാൻ പറയും, മരിച്ചുപോയ വ്യക്തികളെ ജീവിപ്പിക്കാൻ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വേണം. അവിടെ വിശ്വാസമല്ല കർത്താവ്, വിശ്വാസമായിരിക്കും. ഇവിടെ പറയുന്നത് യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ ഇടയിലുള്ള മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇതൊരു വാഗ്ദത്തം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വാഗ്ദത്തം. ആമേന്ന് പറഞ്ഞ് എടുക്കണം. മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗി വിശ്വസിക്കണം. യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. അവരും വിശ്വസിക്കണം. മറ്റത് മരിച്ചവർ ജീവിപ്പിക്കണം, നമ്മൾ മാത്രം വിശ്വസിച്ചാൽ മതി.
എന്നിലുള്ള പരിശുദ്ധാത്മാവ് ചെയ്തെടുത്തോളൂ. അതുപോലെ എന്റെ ഉള്ളിൽ വന്ന ആത്മാവ് ദൈവത്തിന്റെ തന്നെ ആത്മാവാണ്. അത് എന്റെ മേൽ വന്നിട്ട് പരിശുദ്ധാത്മാവിൽ, അതാ റോമർ 1:4-16 പറയുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യ ഫലമായി. അപ്പൊ പരിശുദ്ധാത്മാവിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ഞാൻ മരിച്ചാലും ഈ പ്രാവ് എന്ന ആത്മാവ് അകത്തെ മനുഷ്യനെ ക്രിസ്തുവിന്റെ അടുക്കൽ, രാജാവാകുന്ന സിംഹമാകുന്ന കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും അവർ പ്രണയബദ്ധരാവുകയും അവർ ഒന്നായി ചേർന്ന് സ്വർഗീയതകളിലേക്ക് പോവുകയും ചെയ്യും. അതിന് കോലാടുകളായ നമ്മെ ചെമ്മരിയാടാക്കുന്നതിനാണ് തന്റെ പ്രാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ പാർപ്പിൻ. നമ്മൾ 2 ദിവസം മുമ്പ് എടുത്തതിൽ എമ്മോസിലേക്ക് പോയവരും കേൾക്കുന്ന അവർ സന്തോഷത്തോടുകൂടെയാണ്, മഹാസന്തോഷത്തോടുകൂടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി എന്ന്. അവർ നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുന്നവരാണെന്നുള്ള ബോധം അവർക്കൊണ്ട് തിരികെ ക്രിസ്തുവിലായി നിത്യതയിൽ പോകുവാനുള്ള സമയം വന്നിരിക്കുന്നു എന്നതാണ് അവർക്ക് വന്ന മഹാസന്തോഷം. നമുക്കോ അവരന്ന് മഹാസന്തോഷത്തോടെ നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് പിന്നെ ലോകപ്രകാരം ജീവിക്കാനല്ല അവർ പോയത്. അവർക്കറിയാം ഉത്തമമായും ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ചാൽ ആ ആത്മാവ് എന്നെ ആ നിത്യതയിലേക്ക് എത്തിക്കുമെന്ന അവരുടെ ഉറപ്പാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മഹാസന്തോഷത്തോടുകൂടെ യെരൂശലേമിലേക്ക് പോയി എന്നല്ല, മടങ്ങിപ്പോയി. അപ്പോൾ അവരെവിടെ ഉള്ളവരായിരുന്നു? യെരൂശലേം. യെരൂശലേം എന്താ? പുതിയ യെരൂശലേം. ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനമാണ് ശരീരം. ആ ശരീരത്തിന്റെ ഒരു ഭാഗമായിരുന്നു നാം. അവിടെ നമ്മൾ മടങ്ങിപ്പോകുന്നതിനുള്ള സാഹചര്യം വന്നിരിക്കുന്നു എന്ന ആത്മാവിനാലുള്ള തിരിച്ചറിവാണ് മഹാസന്തോഷത്തോടെ നമ്മൾ പോയത്. അവരവിടെ പോയത്. നമ്മളും അങ്ങനെയാണ് വരേണ്ടത്. മഹാസന്തോഷത്തോടെ ആലയത്തിൽ വരേണ്ടത്. കഴിയുന്ന കുറച്ച് നേരത്തെ വരാൻ നോക്കണം, പാട്ട് തുടങ്ങുന്ന സമയത്ത് വരാൻ നോക്കണം. ഓക്കെ, ആ മഹാസന്തോഷത്തോടെ വരുമ്പോൾ എന്റെ പ്രത്യാശ എന്തെന്ന്, എനിക്ക് വന്ന ഉത്തമ ബോധ്യത്തെ ദൈവം സത്യമെന്ന് അരപ്പട്ടയിട്ട് ഉറപ്പിക്കും. ആ ലഭിച്ച വിശ്വാസത്തിന്റെ നീതിയുടെ വസ്ത്രത്തെ എന്നെ സത്യം, അത് നമ്മൾ ആ ആവശ്യത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം സത്യമെന്ന് അരപ്പട്ട പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നുകൊണ്ട് തീരെയാണ് ആ സത്യമെന്ന് അരപ്പട്ട. മനസ്സിലായോ? നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ വളരുന്ന ഭാഗത്തെ കർത്താവ് ഉറപ്പിക്കുകയാണ്. നമ്മുടെ മെസ്സേജ് ബുക്കിലുണ്ട്, കണ്ടിട്ടുണ്ടോ? അവിടെ വചന മണവാട്ടി, ഒരു മനുഷ്യരൂപം, അത് മുഴുവനും വചനം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അതാണ് വചന മണവാട്ടി. അപ്പൊ ഞാൻ ക്രിസ്തുവിൽ എന്റെ വളർച്ച ഇന്ന് വന്നപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചിരിക്കണം. സ്വർഗീയ പ്രവേശത്തിന് കർത്താവ് പ്രാവ് എന്റെ മേൽ വരുന്നതിനും ആ കോലാടായ എന്നെ ചെമ്മരിയാടാക്കുവാനും, അപ്പൊ തന്നെ എളിമ താഴ്മ, ആര് എന്തു പറഞ്ഞാലും ശരി, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, ദൈവമാണ്, എന്റെ എല്ലാ വഴികളിലും കാക്കുന്നത് ദൈവമാണെന്ന് വിചാരിച്ച് ഞാൻ എന്റെ വഴികളിൽ ഞാൻ പോകാതെ, നമ്മുടെ മെസ്സേജിൽ പറഞ്ഞില്ല, ക്രിസ്തു എന്നെ നയിക്കുന്നവനാണ്, ഞാൻ ക്രിസ്തുവിനെ നയിക്കുന്നവനാകരുത്, എന്റെ കൂട്ടുകാരനും ആകരുത്. അതായത് എന്നോടൊപ്പം വരുന്നവൻ എന്റെ സുഹൃത്ത്, എന്റെ പിന്നാലെ വരുന്ന യേശു, ഞാൻ മുമ്പേ പോയി യേശു പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യം അരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പിന്നിലാക്കി ഞാൻ മുന്നിലേക്ക് പോകുന്നു. ആ വളർച്ച ക്രിസ്തുവിലുള്ള വളർച്ചയല്ല. ക്രിസ്തുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്ന, ക്രിസ്തു നയിക്കുന്നവരാണെങ്കിൽ ക്രിസ്തുവിന്റെ മാർഗം ശരിയായിരിക്കും. ആ മാർഗം ഒന്നാം സ്ഥാനത്തായിരിക്കും. അതുപോലെ ഈ കോലാടാകുന്ന എന്നെ, എളിമ ധരിക്കാൻ മനസ്സുള്ള എന്നെ പ്രാവ് വന്ന് വീണ്ടും എളിമ ധരിപ്പിച്ചിട്ട് ചെമ്മരിയാടാക്കുകയും, ചെമ്മരിയാട് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഇടമാണ് സിംഹത്തിന്റെ ഇടം. പക്ഷെ ഈ ചെമ്മരിയാട്, കോലാടായിരുന്ന കോലാടിനെ പ്രാവെന്ന പരിശുദ്ധാത്മാവ് വന്ന് വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞാടിന് ആ സിംഹത്തോടൊരു പ്രണയമുണ്ടാകും. അതാ നമ്മൾ പാടിയത്, ആശയേറുന്നേ അങ്ങേ കാണുവാൻ ആമേനേശുവേ വരണേ. അപ്പൊ കോലാടായിരുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവെന്ന പ്രാവ് വന്നിട്ട് എനിക്ക് എന്റെ യേശുവിനോടൊരു പ്രണയമുണ്ടായി. ഈ ലോകത്തിന് എത്രയും പെട്ടെന്ന് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് പോകാം. അപ്പോൾ തന്നെ ആ ദൈവം എന്ന ആത്മാവ് എന്റെ മേൽ തന്നിട്ട് ആ ദൈവവും എന്നെ പ്രണയിച്ച് എത്രയും പെട്ടെന്ന് ഒന്നാകാൻ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ കാലം ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും അവശേഷിപ്പില്ല.
അപ്പൊ ക്രിസ്തു എന്ന മണവാളൻ മണവാട്ടിയോട് ചേരാൻ കാക്ഷിക്കുന്നത് പോലെ തന്നെ ഈ പ്രാവ് നമ്മെ കോലാടായ നമ്മെ ചെമ്മരിയാടാക്കിയിട്ട് ആ സിംഹം എന്ന രാജാവ് അപ്പോൾ എന്റെ ഭർത്താവായി തീരുകയാണ്. അതുമായി ചേർന്ന് നാം ഒന്നാവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ചത്, നമ്മളിവിടെ വന്നത് അവര് പോയതുപോലെ ആത്മാവിന്റെ സന്തോഷത്തോടു കൂടി വന്നു. എനിക്ക് ദൈവം തന്ന വചനവും കൽപ്പനകളും വാഗ്ദത്തങ്ങളും മുറുകെ എന്ന് പറയുമ്പോ എന്താണ് മനസ്സിലായോ? അത് തന്നെ വേറൊന്നുമല്ല. അപ്പൊ ദൈവം തന്നെ ഒരുക്കുന്ന സാഹചര്യം, പ്രതികൂലത്തെ പരിശോധകനെ അയക്കുമ്പോഴും ചഞ്ചലപ്പെട്ടു പോകാൻ മുറുകെ പിടിക്കുമ്പോൾ ക്രിസ്തു അവന്റെ മേൽ നീതിയുടെ വസ്ത്രം കൊടുക്കുന്നു. ആ ലഭിച്ച വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിനായി സത്യം എന്ന അരപ്പെട്ട പരിശുദ്ധാത്മാവ് അവിടെ സീൽ ചെയ്യുകയാണ്. എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ ദിവസവും വചനം അറിയും തോറും ദൈവത്തിന്റെ വചനപ്രകാരം കണ്ണടച്ചിരിക്കാം. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ വന്നത്, അതോ ഞായറാഴ്ചയായി ഇന്ന് ചർച്ചിൽ പോകേണ്ടതാണ്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സഭാരാധന കൂടിയെന്ന് പറയുന്നത് പോലെ, ലോകത്തെ എല്ലാ ക്രിസ്ത്യാനിയും പറയും പോലെ, അല്ലെങ്കിൽ എന്റെ മെസ്സേജിലെ ബിലീവർ ആണ് 7-ാം സഭയിലുള്ള കളപ്പുര എന്ന മണവാട്ടിയുടെ ഗ്രൂപ്പ്, ഈ സഭയിൽ നിന്നാണ് മണവാളൻ വന്ന് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞാണോ വന്നത്, അതോ ഇന്ന് എനിക്ക് ക്രിസ്തു നീതിയുടെ വസ്ത്രം എനിക്ക് തരണം, ആ വസ്ത്രമില്ലാതെ എനിക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല, അല്ലാതെ അവിടെ പ്രവേശിച്ചാൽ കൈയും കാലും കെട്ടി ഏറെ ഇരുളിൽ തള്ളും എന്ന വാക്യം വചനം കിടക്കേ. നീതിയുടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്ന ശ്രദ്ധിക്കും, നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ ആരും നീതിയില്ല. നമുക്ക് നമ്മുടെ അവിശ്വാസം തന്നെയാണ് പാപം. കൊലയും കൊള്ളയും വ്യഭിചാരം പിടിച്ചു പറയും, അതെല്ലാം ഇതിന്റെ അനന്തര ഫലമാണ്. അപ്പൊ പാപം ദൈവം 2 തരത്തിൽ, ഒന്ന് ക്ഷമിക്കുന്ന പാപം, ഒന്ന് ക്ഷമിക്കപ്പെടാത്ത പാപം. ക്ഷമിക്കുന്ന പാപമാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞപേക്ഷിച്ചിട്ട് കർത്താവേ എന്നെ സഹായിക്കണം. വിശുദ്ധി, അത് നിങ്ങളുടെ അവയവങ്ങളെ എടുത്ത് നിങ്ങൾ വേശ്യയുടെ അവയവങ്ങളാക്കുമോ എന്നാണ്. ഈ വേശ്യ എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ ബന്ധം മാത്രമല്ല, ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതും, അങ്ങനെ വെച്ച വിഗ്രഹത്തെ ആരാധിക്കുന്നത് അതാ വേണ്ട. കർത്താവിന്റെ വചനത്തെ അവിശ്വസിക്കുന്ന എന്റെ ബുദ്ധി പിശാചിനാൽ പറഞ്ഞാലും അത് കേട്ടാൽ ഞാൻ പിശാചിന്റെ മണവാട്ടിയായി. പിന്നെ ഞാൻ ക്രിസ്തുവിന്റെ വചനം കേട്ടാൽ ഞാൻ വ്യഭിചാരം ചെയ്യുന്നവളാണ്. ആ ക്രിസ്തുവിനെ എന്റെ ഭർത്താവാക്കാൻ പിന്നെ പറ്റില്ല. പിശാചിന്റെ ഉപദേശം കേൾക്കുന്ന ഞാൻ എങ്ങനെ ക്രിസ്തുവിന്റെ ഉപദേശം കേൾക്കുന്നു എന്ന് പറയാൻ ദൈവം അങ്ങനെ കണക്കിലില്ല. അപ്പോൾ അതിനെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചിട്ട് കർത്താവെ മേലിൽ അങ്ങനെ ആകാതെ കർത്താവിന്റെ വരവ് വരെയും വിശുദ്ധിയും നിഷ്കളങ്കവുമായി ഇരിപ്പാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. അതിനായി കർത്താവ് മുന്നമേ എനിക്ക് വചനം തന്നു, വെളിപ്പാട് തന്നു, വാഗ്ദത്തങ്ങൾ തന്നു, കൽപ്പനകൾ തന്നു, പ്രമാണങ്ങൾ തന്നു, ഉപകൽപ്പനകൾ തന്നു. ഇവയെല്ലാം എന്റെ മുമ്പിൽ എനിക്ക് മുമ്പായി എന്നെ വഴി നടത്തുവാൻ കർത്താവ് തന്നിരിക്കുക. വിളിച്ചു വേർതിരിച്ച് ദൈവവചനത്താൽ വഴി നടത്തി ജലത്താലുള്ള സ്നാനവും തുറന്ന ആത്മസ്നാനത്തോടുകൂടി കർത്താവിനെ വിശുദ്ധീകരിച്ചിട്ട് എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് 7 മുദ്രകളാൽ മുദ്രയിട്ടപ്പെടുന്ന ദൈവത്തിന്റെ വചനങ്ങളിൽ നിന്ന് ബലവാനായ ദൂതൻ തുറന്ന ഒരു പുസ്തകവുമായി വന്നതാണോ മണവാട്ടിക്കുള്ള മന്ന? അത് കളപ്പുരയിലാണ്. കർത്താവെ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ദൈവം എനിക്ക് തന്ന വചനപ്രകാരം, വാഗ്ദത്ത പ്രകാരം, കൽപ്പനകൾ പ്രകാരം ഞാൻ വിശ്വസിക്കുന്നു എന്നതിന്റെ അടയാളമായി ദൈവത്തെ കൊണ്ട് എന്നിലേക്ക് ഞാൻ ഉടുപ്പിക്കുന്ന ഒരു വസ്ത്രമാകട്ടെ ദൈവത്തിന്റെ വചനം. അതെന്റെ വിശ്വാസം സംബന്ധിച്ച് ദൈവത്തെ കൊണ്ട് ഞാൻ ഉടുപ്പിക്കുകയാണ്. എന്റെ വിശ്വാസം കണക്കിട്ടിട്ട് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിലേക്കാകണം ഇനി നാം ഓരോ ദിവസവും വരേണ്ടത്. ഇന്ന് കർത്താവ് എന്റെ മേൽ നീതിയുടെ വസ്ത്രം അണിയിക്കണം. വസ്ത്രം അണിയിച്ച ശേഷം അത് തകർന്നു പോകാതിരിക്കാൻ സത്യമെന്ന അരപ്പെട്ട കർത്താവ് അതിന്റെ മേൽ കേട്ടണം. കർത്താവെ, ഇത് ദൈവത്തിന്റെ ഒരു രീതിയാണ്. ഒരു കഥ കേൾക്കും പോലെ കേൾക്കാനല്ല. എന്റെ അകത്തെ മനുഷ്യൻ അതിനായി തുടിക്കുമ്പോൾ ഞാൻ മറ്റൊന്നിലേക്ക് പോകാതെ ആ ആത്മാവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിന്റെ അടുക്കൽ പോകും. കാരണമുള്ള കർത്താവെ, ലോകത്തിന്റെ മോഹങ്ങൾക്ക് ഇമ്പങ്ങൾക്ക് വഴിപെട്ടു പോകാതെ കർത്താവ് യേശു ക്രിസ്തുവിനോടുകൂടെ. കാരണം ഇന്നാണോ, വൈകിട്ടേനോ, നാളെയാണോ, എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി കഴിയില്ല. അത്രത്തോളം ഇന്ന് എന്ന് പറയുന്നിടത്തോളം അത്രത്തോളം കർത്താവിനോട് കൂടെ ചേർന്നിരിക്കാൻ പറയുമ്പോൾ, കാരണമുള്ള കർത്താവെ, 3 നേരം ബൈബിൾ വായിക്കണം, 3 നേരം പ്രാർത്ഥിക്കണം,
3 നേരം മെസ്സേജ് വായിക്കണം. നാം അത് ചെയ്തില്ല എങ്കിലും അവിശ്വാസമാണ്. ഈ വില്യം മാരി ബ്രൻഹാം എന്ന വ്യക്തിയിലൂടെ കർത്താവ് സംസാരിച്ചത് ദ സൈതലോടാണ്. അത് ചെയ്തില്ലെങ്കിലും നമ്മൾ അവിശ്വാസ ഗണത്തിൽ വരും. കാര്യം അത് പുറപ്പെട്ടു കഴിഞ്ഞു, നമുക്കായി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എപ്പോഴായിരുന്നാലും അത് ഓർമ്മയിൽ വെച്ചുകൊള്ളുക. മിനിമം 3 തവണ മൊബൈലിൽ വചനമുണ്ട്, അല്ലെങ്കിൽ ബൈബിളുണ്ട്. എപ്പോഴെങ്കിലും 3 തവണ. അത് നാം ആഹാരം കഴിക്കുന്നത് 3 തവണയാണ്. അതിന് മുൻപായി ആണ് നമ്മൾക്ക്, ഞാനും ഉൾപ്പെടെ അങ്ങനെ ചെയ്തിരുന്നു കുറച്ചു കാലം. മൊബൈലിൽ ഹോട്ടലിൽ പോയാലും വീട്ടിൽ എപ്പോഴെങ്കിലും അല്പമെങ്കിലും വചനം ഒന്ന് വായിക്കുക. അതല്ല, വചനം കയ്യിലില്ലെങ്കിൽ ഏതെങ്കിലും വചനം, നമുക്ക് എല്ലാവർക്കും അറിയാം, സങ്കീർത്തനം അറിയാം, പല വചനങ്ങൾ കാണാതെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞ ശേഷം മാത്രമേ ആ വിളമ്പിക്കൊണ്ട് വരുന്നതിന് മുമ്പെങ്കിലും സ്ഥിരം ഒരു വചനം തന്നെയല്ല, അത് അനേകം വചനങ്ങൾ വേണമെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുക. ആ വചനം ഞാൻ ക്രിസ്തുവിനോട് ധ്യാനിക്കണം. അതാണ് എൻ്റെ അകത്തെ മനുഷ്യൻ. ആദ്യം ഞാൻ ആഹാരം കൊടുത്തിട്ട്, അതാണ് 1ാം സ്ഥാനം. എന്നിട്ടാണ് എൻ്റെ ജഡീകത്തിനായി ഞാൻ ആഹാരം കഴിക്കുന്നത്. അങ്ങനെ ശീലമാക്കുക. കരുണയുള്ള കർത്താവേ, അത് ക്രിസ്തുവിന്റെ ഇഷ്ടമാണ്, പിതാവിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ജീവിപ്പാനും കരുണയുള്ള കർത്താവ് നമ്മെ സഹായിക്കണമേ. ഇന്നത്തെ നീതിയുടെ വസ്ത്രം അണിയാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ച വചനവും വാഗ്ദത്വവും കൽപ്പനകളും മുറുകെ പിടിച്ചുകൊണ്ട് അവിശ്വാസത്തെ ധാരാളം സാഹചര്യങ്ങൾ അയക്കുമ്പോഴും അതിൽ പെട്ടുപോകാതെ ലഭിച്ചതിനെ ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ മേൽ വന്നിട്ട് അതിനെ സത്യമെന്ന് അരപ്പെട്ടയാൽ ഉറപ്പിച്ച് ക്രിസ്തുവിൽ വളരുന്ന ഒരു സമ്പൂർണ്ണ മനുഷ്യനെ ഉരുവാക്കുവാൻ കർത്താവെ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. ആഗ്രഹിക്കുന്നവർ കരമുയർത്താം. കരുണയുള്ള കർത്താവെ, നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, സറണ്ടർ ആവും. കരമുയർത്തിരിക്കുന്നു. ഞാൻ ഏതുമില്ല, എനിക്കായിട്ട് നീതിയുടെ വസ്ത്രം എടുക്കാൻ കഴിയില്ല, എനിക്കായിട്ട് ഒന്നും പറ്റില്ല. പക്ഷെ കർത്താവ് എനിക്ക് മുമ്പേ വഴി നടന്ന വചനങ്ങളും വാഗ്ദത്തങ്ങളും കൽപ്പനകളും തന്നിരിക്കുന്നു. ആ വചനം ഞാൻ പരിപൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവമാണ് ആ നീതിയുടെ വസ്ത്രം തരേണ്ടത്. ആ ലഭിച്ച വസ്ത്രം ഓരോ കാറ്റിൽ ആടി ഉലഞ്ഞു പോകാതെ അതിനെ സത്യമെന്ന് അരപ്പെട്ടയാൽ ഉറപ്പിക്കുന്നത് കർത്താവായിരിക്കട്ടെ. കർത്താവെ, അതിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. സകലതും അങ്ങയുടെ നാമം മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.